10 മിനിറ്റ് ഞാനും ലേറ്റ് ആയി തോന്നുന്നില്ല. I'm late for 10 minutes. എന്നോട് ക്ഷമിക്കുക. എൻ്റെ പുതിയൊരു മേഖലയാണിത്. സാറിവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരെയും ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ സാറിനെയും നിങ്ങളെയൊക്കെ ആദ്യമാണ് കാണുന്നത്. ഇങ്ങനെയൊരു സംവിധാനം നമ്മൾ പറയാറുള്ളത് പോലെ വളരെ വ്യത്യസ്തമായിട്ടാണ് എന്നിലേക്ക് ഇങ്ങനെയൊരു ഉത്തരവാദിത്വം വന്നത്. ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഇത് അക്സെപ്റ്റ് ചെയ്തത്. ഓൾറെഡി ഇന്ന് നെയ്യാറ്റിൻകര ഒരു സാമൂഹിക പദ്ധതിയുടെ ട്രെയിനിങ് ആയതുകൊണ്ട് ഞാൻ അവിടുന്ന് വരേണ്ടത് ലേറ്റ് ആയതുകൊണ്ടാണ് എന്നോട് സദയം ക്ഷമിക്കുക. വളരെ പണിഷ്യലാകേണ്ട ആളാണ് ഞാനിപ്പോൾ പെർമിഷൻ ചോദിച്ചിരുന്നു. ഇതിലെ സാർ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ എങ്ങനെ തുടങ്ങണം എന്നതിലേക്ക് ഇങ്ങനെ സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ ഒത്തിരി ക്യാരക്ടർ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഡേറ്റ കളക്ഷൻ്റെ ഭാഗമാണ് ഇതൊക്കെ, നിരന്തരമായി ബുദ്ധിമുട്ടിക്കുന്നത് ഇങ്ങനെ, സമ്മാനത്തിൻ്റെ ആവശ്യം എനിക്കില്ല, എന്തിന് നിങ്ങൾ എനിക്ക് സമ്മാനം തരണമെന്ന് ചോദിച്ചു. അങ്ങനെ സംസാരിച്ച് തുടങ്ങിയാണ് എൻ്റെ പ്രൊഫൈല് പറയേണ്ടി വന്നതും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിരാകരിച്ച് സംസാരിച്ചതിന് കാരണം ഞാൻ പറയേണ്ടി വരികയും ചെയ്തു. പക്ഷേ സന്തോഷത്തോടെ സാറിന് ചെയ്യാമെന്ന് ചോദിച്ചു. വളരെ വളരെ സ്നേഹത്തോടെ ഞാൻ ഏറ്റെടുത്തു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെലീന, ഞാൻ എടുത്തു പറഞ്ഞിരുന്നു ഡോക്ടറിന്റെ പദവി എടുത്തു വെക്കരുത് എന്നത്. സാധാരണ സൈക്കോളജിസ്റ്റുകൾക്കും മെന്റലിസ്റ്റുകൾക്കും ഒക്കെ നമ്മുടെ നാട്ടില് വളരെ വ്യത്യസ്തമായ ഒരു സമീപന രീതിയാണുള്ളത്. അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടാണ് ഞാൻ ഈ ബ്രോഷർ കണ്ടതും. ഞാൻ കേരള സ്റ്റേറ്റിൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ അഡ്വൈസറി മെമ്പറും കേരള പോലീസിലെ കഴിഞ്ഞ 12 വർഷമായി ആൻറ്റി ഡ്രഗ് അവയർനെസ് ട്രെയിനിങ്ങിലെ ചീഫ് കൺസൾട്ടൻറ്റും കൂടെയാണ്. So, Nila Group of Institutions, Nila School of Happiness, Nila Foundation and NGO, Educacy Smile Global Private Limited എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത് മൂന്നും എൻ്റെ ഫൗണ്ടർഷിപ്പിലുണ്ട്. അത്യാവശ്യം കുട്ടികളിലാണ് കൂടുതലായി പ്രവർത്തനങ്ങളുള്ളത്. ഗ്ലോബൽ ഹാപ്പി സ്കൂൾ എന്ന പ്രോജക്റ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനെന്ന് പറയുന്ന ആള് വിദ്യാഭ്യാസ മേഖലയേക്കാൾ ഉപരിയായി സാമൂഹിക മേഖലകളിൽ ട്രൈബൽ സെറ്റിൽമെന്റിലാണ്. താങ്ക് യു. This is to Fahim and Dilshad. ഇവർ രണ്ടാളും അപ്ലൈഡ് സൈക്കോളജിസ്റ്റ് ആണ്. എൻ്റെ കൊളീഗ്സ് ആണ്, എൻ്റെ സ്റ്റാഫാണ് അവർ. അപ്പോൾ ഇവരെല്ലാം ചേരുന്ന ഒരു വലിയ ടീമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. വളരെ വ്യത്യസ്തമാണെങ്കിലും ഞാൻ ദിൽഷാദിനോട് പറയാൻ കാരണം ആനിമൽ അസിസ്റ്റഡ് തെറപ്പി എന്ന് പറയുന്ന AAT എന്ന ഒരു ടെക്നിക്ക് ഞങ്ങളുടെ ക്ലിനിക്കിലും കൗൺസിലിങ്ങിലും ഈ കഴിഞ്ഞ 24 വർഷമായി റിസർച്ചിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ സാറ് ട്രാക്സിനെ കുറിച്ച് ഇതിനകത്തുണ്ട്. നിങ്ങളെല്ലാവരും പെറ്റ് ഫാമേഴ്സ്, ചിലപ്പോൾ അതിനേക്കാൾ ഉപരി ഐ എം സോറി ടു ടെൽ യു, ഞാനിവിടെ വരാൻ കാരണം തടാക് പെറ്റ് സെന്റർ, അത് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സ്നേഹാന്വേഷണം അവരെ അറിയിക്കുക. എനിക്ക് 6 പേർഷ്യൻ ക്യാറ്റ്സ് ഉണ്ട്, 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ഞങ്ങളൊക്കെ ദിനം പ്രതി, ഇപ്പൊ ഞാൻ ഇന്നലെ വൈകിട്ട് എൻ്റെ ഓഫീസിൽ നിന്ന് പോകുന്നത് രാത്രിയിൽ 11:45 അത്രമേൽ നിരന്തരമായ സെഷൻസിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഡീൽ ചെയ്യുന്നത് വ്യക്തിപരമായി കഴിഞ്ഞ 9 വർഷമായി എൻ്റെ ക്യാറ്റ്സും എൻ്റെ പെറ്റ്സും ഫിഷും ഒക്കെ കൂടെയാണ്. അപ്പോൾ അനിമൽ അസിസ്റ്റഡ് തെറപ്പി കഴിഞ്ഞ 8 വർഷമായി നിങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അത് സൈക്കോളജിക്കലി വളരെ വ്യത്യസ്തമാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്നത് കേരളത്തില് ഏതാണ്ട് 24% മനുഷ്യര് സ്വഭാവ വൈകല്യത്തിന് അടിമകളാണ്. അതിൽ 24%-ൽ 19% മക്കളാണ്, കുഞ്ഞുങ്ങളാണ്. ഇനി ഏറ്റവും അധികം ഡിവോഴ്സ് റേറ്റ് തിരുവനന്തപുരം 45,000 ആയി. ഏറ്റവും കുറവ് വയനാട് ജില്ലയിലാണ്, കോഴിക്കോട് വയനാട് ആ ഭാഗത്താണ്. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഏറ്റവും അധികം ഫാമിലി ബ്രേക്കപ്സ് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഇതിനെല്ലാത്തിനും ഉത്തരവാദിത്വം നമ്മൾ വന്ന് നിൽക്കുന്നത് എൻ്റെ ഒരു 24 വർഷത്തെ റിസർച്ച് മേഖലയോ, ഞാനൊരു ഇപ്പോഴും ഒരു സ്റ്റുഡൻ്റ് ആണ് സൈക്കോളജിയിൽ. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെ ഹാപ്പിനെസ് പ്രോജക്റ്റ് ഞാനിപ്പോൾ പഠിക്കുകയാണ്. ഹാപ്പിനെസ് കോച്ച് എന്ന നിലയിലും നമ്മൾ ഇങ്ങനെയുള്ള സംവിധാനത്തിൽ വളരെ പ്രശംസനീയമാകേണ്ടത്, ഇങ്ങനെ ഒരു വ്യത്യസ്ത മേഖലയിലെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് 2 വാക്ക് സംസാരിക്കാൻ 10 മിനിറ്റ് തരിക അല്ലെങ്കിൽ 20 മിനിറ്റ് തരിക എന്നതിനോടാണ് ആദ്യം അഭിനന്ദനം അർപ്പിക്കുന്നത്. കാര്യം നമ്മൾ ഒരു ക്ലാസ്സിന് നമുക്ക് ആർക്കും ഇഷ്ടമല്ല.
നമ്മളാരും ഒരു കാര്യത്തിനും ഇഷ്ടമല്ല. എനിക്ക് 80 സ്കൂളുകളുണ്ട്. അതിൽ 14 സ്കൂളുകളിൽ തിരുവനന്തപുരം ജില്ലയിൽ നവജീവൻ ദർശിനി ക്രൈസ്റ്റ് നഗർ പോലെയുള്ള 14 സ്കൂളുകളിൽ ഞാൻ എൻ്റെ ഹാപ്പിനെസ് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ സ്കൂളുകളുടെയും ഏറ്റവും അധികം ആവശ്യം കുട്ടികളുടെ അക്കാഡമിക് എക്സലൻസ് ആണ്, അല്ലാതെ ലൈഫ് സ്കില്ലിന്റെ ആവശ്യം അവർക്കില്ല. അപ്പോൾ നമ്മളുടെ CBSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സംവിധാനങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും പറഞ്ഞിട്ടുള്ളത് കുട്ടികളുടെ ലൈഫ് സ്കില്ലുകളിൽ കുട്ടികൾക്ക് ഗാർഡനിങ് ആവശ്യമാണ്, ഫാമിംഗ് ആവശ്യമാണ്, പെറ്റ്സിനെ കൃത്യമായി പെറ്റ്സിനെ കുറിച്ച് പഠിപ്പിക്കണമെന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി പോലും ഒരു പെറ്റിനെ ഇഷ്ടമില്ലാത്തതായിട്ടുണ്ടാവും. ഉണ്ടാവോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റുള്ളവർക്ക് ബൊക്കെ തന്ന ആളിന്റെ പേരെന്താ? അവന്തിക. ഏത് സ്കൂളിലാണ് നമ്മൾ പഠിക്കണേ? തേവക്കട സ്കൂളിലാണ്. പെറ്റ്സിന് ഇഷ്ടമില്ലാന്നുണ്ടോ? ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പോ കുഞ്ഞുമക്കളിലേക്ക് അല്ലെങ്കിൽ മുതിർന്നവരിലേക്കായാലും ഏറ്റവും അധികം ഓൾഡ് ഏജ് ഹോമുകൾ കൂടുകയും ഏജ് ഓൾഡ് ജിറിയാട്രിക് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഹൈ ആയിട്ടിരിക്കുന്നു കേരളത്തിലെ ഹൈ ഒന്നുമല്ല, ഓൾ ഇന്ത്യ നമ്മൾ എടുക്കുമ്പോഴേക്കും നമ്മുടെ കൊച്ചു കേരളം ടോപ്പിലാണ്, മെന്റൽ ഹെൽത്ത് അവയർനെസ് ടോപ്പിലാണ്. എല്ലാ പ്രശ്നങ്ങളിലെയും കാര്യങ്ങൾ അതിജീവിക്കുന്നതിൽ സംവിധാനങ്ങൾ ടോപ്പ് എൻഡിലാണ്. നമ്മൾ ഇപ്പോ കൂടുതലായിട്ട് നമ്മൾ ഹണിയുടെയും ബോച്ചയുടെയും പുറകിലാണ് നമ്മളെല്ലാവരും, കുറെ അധികം പേര് അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ പുറകിലായിരിക്കുന്നത് കൊണ്ട് യഥാർത്ഥ സത്വങ്ങൾ നമ്മൾ മറക്കാത്ത പോകാം. എപ്പോ എടുത്താലും ഹണി ബോസ് എവിടെ പോയി, ബോച്ച ചെയ്തുകൊണ്ട് കൈ പൊക്കി, കാല് പൊക്കി, ഇതൊക്കെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പാവപ്പെട്ട ആളുകൾ ജീവിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടാതെ നോക്കിക്കൊള്ളുക. സ്വസ്ഥതയില്ലാതെ മുന്നോട്ട് പോകുന്നത് കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഈ ജീവിത സാഹചര്യങ്ങളിൽ ദുബായിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ ക്ലോസ് ചെയ്ത് അവിടുത്തെ ജോലിയും നിർത്തി ഞാൻ നാട്ടിലേക്ക് വരാനുള്ള പ്രധാന കാരണം എൻ്റെ സോഷ്യൽ വർക്കിനോടുള്ള പാഷനും കുഞ്ഞുങ്ങളോടുള്ള അതിയായ ആരാധനയുമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളിലേക്കുള്ള പ്രവർത്തന മേഖല 24 വർഷമായി മുന്നോട്ട് കൊണ്ടുപോയി ട്രൈബൽ സെറ്റിൽമെന്റിൽ ഏതാണ്ട് 70ഓളം കുട്ടികളെ അരിപ്പ ഗവൺമെന്റ് ട്രൈബൽ LPSലെയും അച്ചൻകോവിലെയും റോസ്മലയിലെയും ഇത്രയും കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുന്നതിലേക്ക് തിരിഞ്ഞത്. ഈ ഓരോ തരുണങ്ങളിലും എനിക്ക് ഏറെയധികം സങ്കടം ഉണ്ടാകുന്ന ഒരു ഗ്രൂപ്പിന്റെ മുമ്പിൽ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ. ഇപ്പൊ രക്ഷകർത്താക്കൾ ഉണ്ടാകുന്ന ഒരു സംവിധാനത്തിൽ ഇപ്പോ ഞാൻ ഈ പെറ്റ്സിന്റെ രോഗം അലർജി ആയിട്ടുള്ള ഒരാളായിരുന്നു. ഞാനിത് വളർത്തുന്നതിന് പ്രധാന കാരണം എന്റെ ഇളയ മകന് വേണ്ടിയാണ്. അയാളിപ്പോ മാറിവാനീസ് കോളേജില് UG ഡിഗ്രിക്ക് 6th സെമസ്റ്റർ പഠിക്കുകയാണ്. മൂത്തയാളിന് 23 വയസ്സാണ്. അയാൾ അനിമേറ്റർ ആണ്, ടൂൾസ് അനിമേഷൻ സെന്ററിൽ അനിമേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇവർ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിക്കാനും ഇവർ രണ്ടുപേരുടെയും ഇടയിലുണ്ടാകുന്ന കാര്യങ്ങളെ സംയോജിപ്പിക്കാനും വീടിന്റെ കുടുംബ അന്തരീക്ഷത്തിൽ ചില കാര്യങ്ങൾ മാറ്റം വരാനും വേണ്ടിയിട്ടാണ് ഞാൻ പെറ്റ്സിനെ വാങ്ങിയത്. വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്കത് സംരക്ഷിക്കാനും അവരെ നോക്കാനും ഒക്കെ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പങ്കാളികളായി 6 പേര് മാറാൻ കാരണം, അല്ലെങ്കിൽ വളരെയധികം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താനുള്ള കാരണം, എൻ്റെ കുടുംബത്തിലെ അന്തരീക്ഷത്തിൽ സമാധാനം ഉണ്ടാക്കാനും ഈ 6 പേരും വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളിലേക്ക് എത്തുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരിലേക്കും നിങ്ങളുടെ കൂടെയുള്ള കുടുംബങ്ങളിലേക്കും പല സ്ഥലങ്ങളിലും അമ്മ അവനെ റീഡയറക്ട് ചെയ്യില്ല. കുട്ടിയാണ് ഇത്രയും സമയം ഇരിക്കുന്നത് തന്നെ പുണ്യമാണ്. ഓക്കെ, അവനോട് ഇരിക്കുമ്പോൾ കാണിച്ചോട്ടെ, ബിക്കോസ് അവൻ കുട്ടിയാണ്. അപ്പോ കൃത്യമായി ശ്രദ്ധിക്കാനുള്ള കാര്യം, ഏറ്റവും കൂടുതൽ വീട്ടിലെ അന്തരീക്ഷങ്ങളിൽ കുഞ്ഞുങ്ങൾ അഡിക്ഷൻ ബിഹേവിയർ, ഡിജിറ്റൽ ഡിറ്റോക്സ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയുന്ന ഡിജിറ്റൽ ഓട്ടിസം, കുട്ടികളിലേക്ക് ഡിജിറ്റൽ ഓട്ടിസം ആയിരിക്കുന്നു. അതിനിപ്പോ നിങ്ങൾക്ക് വിഷമമുണ്ടാവുന്ന പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ഓട്ടിസം ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ്. ആൺ പെൺ ജെൻഡർ എടുക്കുകയാണെങ്കിൽ 7 ജെൻഡർ അവിടെ നിന്നിട്ട് ആൺ പെൺ ജെൻഡർ മാത്രം ഞാൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് മെയിലോ ഫീമെയിലോ? ഫീമെയിലാണ്. ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഫീമെയിലാണ്, നാഷണൽ ക്രൈം റിപ്പോർട്ട് ബ്യൂറോയുടെ കണക്ക് പ്രകാരം. അതിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ ഏജ് ഗ്രൂപ്പ് ഏതാണെന്ന് നമുക്കൊന്ന് ചോദിച്ചാലോ? ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഏജ് ഗ്രൂപ്പ് ഏതായിരിക്കും? നമ്മളെല്ലാം മണ്ടക്കേറുന്ന ടീനേജിന്റെ തലയ്ക്കാം. ഹോം മേക്കേഴ്സ് എന്ന് നമ്മൾ പറയുന്ന 35-നും 52 വയസ്സിനിടയിലുള്ള ആളുകളാണ് ഏറ്റവും അധികം. മിനിമം 12 to 13 hours ഒരു ദിവസം മൊബൈലിലാണ്. ഇതുകൊണ്ടാണ് ഏറ്റവും അധികം ഇവരെ എൻഗേജ്ഡ് ആക്കാൻ. ഇപ്പോൾ ഡിവോഴ്സ് കൗൺസിലിംഗ് വന്നാലും, ഡി അഡിക്ഷൻ വന്നാലും, ഡിജിറ്റൽ ഓട്ടോണമി വന്നാലും, ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ മാനസിക രോഗം കൂടിയിരിക്കുന്നത്
ഡിപ്രഷൻ ആണോ സ്കിസോഫ്രീനിയ ആണോ? നിങ്ങൾ എന്തെങ്കിലും പറയുമെന്ന് നോക്കാലോ, ഞാൻ മാത്രം പ്രത്യേകിച്ച് മോശമല്ലേ. സോ ഏറ്റവും കൂടുതൽ ഭ്രാന്ത് ഏത് ജെൻഡറിനാണ്? ഭ്രാന്ത് എന്ന് പറയുന്നതിൽ എന്നോട് ക്ഷമിക്കുക. സ്കിസോഫ്രീനിയ ഏത് ജെൻഡറിനാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്? അല്ല, റെലവന്റ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്തിൽ സ്കിസോഫ്രീനിയ ആർക്ക്? നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഇളം വീട്ടിലെന്ന് പറയട്ടോ, ആണുങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്തിൽ സ്കിസോഫ്രീനിയ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. 2023 വരെ 3 വർഷക്കാലത്തെ പഠനം പാവം ആണുങ്ങളിലാണ്, മെയിൽ ജെൻഡറിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ കൂടിയിരിക്കുന്നത് സ്ത്രീകളിലാണ്. സ്ത്രീകളിൽ ഡിപ്രഷൻ കൂടുകയും എന്നാൽ മനോരോഗത്തിൽ അത്യന്ത ടോപ്പിൽ നിൽക്കുന്ന ഭ്രാന്തി എന്ന് നമ്മൾ പറയപ്പെടുന്ന സ്കിസോഫ്രീനിയ കൂടുന്നതിനുള്ള കാരണം എന്ത് എന്ന് നോക്കിയപ്പോ ആണുങ്ങൾ സംസാരം വളരെ കുറവാണ്. ഓക്കെ, ചിന്തിച്ച് കൂട്ടുവാണ്. ഓക്കെ, ഈ ചിന്തിച്ച് കൂട്ടുന്ന ആളുകളിൽ സൂയിസൈഡിന്റെ റേറ്റ് ഹൈ ആണ്. 19 പേരാണ് കഴിഞ്ഞ 2 മാസത്തിനിടെ പോയിരിക്കുന്നത്, സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞുമക്കൾക്ക് ഇരിക്കുന്ന ഒരു വേദിയിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയേണ്ടി വരുന്നതിൽ ക്ഷമിക്കുക. സൂയിസൈഡിൽ എണ്ണത്തിൽ കൂടുതൽ കൊറോണ വരെ പെണ്ണുങ്ങളായിരുന്നു, ഇപ്പൊ ആണുങ്ങളാണ്. മൊത്തത്തിൽ നിങ്ങൾ മുമ്പില്ല. അപ്പോ ഈ ഒരു വിഷയം എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ സ്ത്രീകളിൽ ഡിപ്രഷൻ കൂടുകയും എന്നാൽ സ്കിസോഫ്രീനിയ കുറയുകയും സൂയിസൈഡ് റേറ്റ് കുറയുകയും ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അതിനുണ്ടായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന്റെ റിപ്പോർട്ടിലാണ് സ്ത്രീകൾ കടമയെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ, ഫുൾ ടൈം ടോക്കാണ്, വർത്തമാനം കൂടുതലാണ് സ്ത്രീകൾ. അവർ നന്നായി വെന്റിലേറ്റ് ചെയ്യുന്നുണ്ട്, അവർ കൂടുതൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാളോടല്ല പലരോടും. നിങ്ങൾക്ക് അറിയാവുന്നവരോട് എനിക്ക് ഇതിനകത്ത് ഇത് കാര്യം പറയാലോ. സ്ത്രീകൾ പല ഭൂഷണയോടെ എന്നോട് നോക്കുന്നുണ്ട്, എങ്കിലും കൃത്യമായി സ്ത്രീകളിൽ ഇത് ഹൈ റേറ്റിലാണ്. ഇനിയോ പോസ്റ്റ് മാരിറ്റൽ റിലേഷൻഷിപ്പ് ഹൈ ആർക്കാം. എല്ലാവരും നമ്മൾ പറയുന്നത് സ്ത്രീ എന്താണ്, സ്ത്രീ പീഡനം എന്നാ പറയാം. ഏറ്റവും കൂടുതൽ പോസ്റ്റ് മാരിറ്റൽ റിലേഷൻഷിപ്പ് സ്ത്രീകളിലാണ്. ഇതെല്ലാം കൂടി ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വീട്ടിനുള്ളിൽ ഒരു മൃഗശാല തുടങ്ങുന്നത് നല്ലതായിരിക്കുമെന്ന് ഞങ്ങൾ ആനിമൽ അസിസ്റ്റഡ് തെറപ്പിയിലൂടെ കൊണ്ടുവരാൻ കാരണം പലതരത്തിലുള്ള ഡിപ്രഷനുള്ള, സ്കിസോഫ്രീനിയ ഉള്ള, ഇത്തരത്തിലുള്ള രോഗങ്ങളുള്ള ആളുകളിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തത് അവർ കൂടുതൽ ലവബിൾ ആകാൻ ആഗ്രഹിക്കുന്നു. പെറ്റ്സിൽ നമ്മൾ ഏറ്റവും അധികം കൊടുത്തിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കൊടുക്കുന്ന സാധനം അദ്ദേഹം തിരിച്ചു കിട്ടുന്നതാണ്. ഞാൻ പലപ്പോഴും വീട്ടിൽ പറയാറുണ്ട്, കാറിന്റെ ഹോൺ അടിക്കുമ്പോൾ എനിക്ക് 12 കണ്ണുകൾ എവിടെന്നോ വരുന്നു. വീട്ടിൽ ഞാൻ തന്നെ ബയോളജിക്കൽ മക്കളുടെ 2 കണ്ണുകൾ എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, എന്തിനാണോ നിന്നെയൊക്കെ വളർത്തിയേ? അപ്പോ കൃത്യതയോടുകൂടി എനിക്ക് പേഴ്സണലി പറഞ്ഞാല് ഇത്രയധികം സംവിധാനങ്ങൾ പോകുമ്പോൾ അതിന് ശാസ്ത്രീയമായും കൂടെ നമ്മൾ നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിനുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളിലും പെറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളോട് ലവബിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഏത് പെറ്റാണ്? ഡോഗാണ് അല്ലേ? ഇനി വേറെ അച്ഛൻ എന്തോ പറഞ്ഞു, വേറെ എന്തോ പറഞ്ഞു, എന്തായിരുന്നു? ക്യാറ്റാണ്. ഏറ്റവും അധികം ഫെമിനൈൻ ക്വാളിറ്റി ക്യാറ്റിനാണ്, ഏറ്റവും അധികം അഡാപ്റ്റീവ് ക്വാളിറ്റി പെറ്റിനാണ്. ഞങ്ങൾ സ്കിസോഫ്രീനിയക്ക് ഉപയോഗിക്കുന്നത് ആരായിരിക്കും? അനിമൽ അസിസ്റ്റഡ് തെറപ്പി. നിങ്ങളുടെ വീട്ടിൽ വളരെ ദേഷ്യക്കാരനായ ഒരു അച്ഛനുണ്ട്, അല്ലെങ്കിൽ ദേഷ്യക്കാരിയായ അമ്മയുണ്ട്, പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു മകനുണ്ട്, നിങ്ങളുടെ സന്തോഷത്തിന് വെളിയിൽ തെളിയാത്ത ഘടകങ്ങളുണ്ട് എങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ പെറ്റിനെ വളർത്തണമെന്ന് പറയാനുള്ള കാരണവും ഇതാണ്. സോ so far ഡിപ്രഷനുള്ള മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ, തെറപ്പി കഴിക്കുന്നതോടൊപ്പം തന്നെ, മാഡ്നസിനും മെന്റൽ ഹെൽത്തിലെ ഏത് വിഷയങ്ങൾക്കുന്നതോടൊപ്പം തന്നെ ഇതാണ് നല്ലത്. ഇനി ഏറ്റവും വലിയ പഠനം, ഏറ്റവും പുതിയതായി തെളിയിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം വന്ന പഠനത്തിൽ ആനിമൽ അസിസ്റ്റഡ് തെറപ്പി AAT തെറപ്പിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുട്ടികളിലെ ഓട്ടിസം ബിഹേവിയർ, അതായത് പഠന വൈകല്യം തൊട്ട് ഓട്ടിസം, ASD അല്ലെങ്കിൽ LD ലേണിംഗ് ഡിസബിലിറ്റി തുടങ്ങിയവയ്ക്കുള്ള മറുമരുന്നായി പെറ്റ്സിന്റെ തെറപ്പി യൂസ് ചെയ്യുന്നു. അതിൽ കിളികളും ഫിഷസും ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം ഡയറക്റ്റായിട്ട് തൊടുന്ന സാധനങ്ങൾ
അത് ഉപയോഗിക്കുന്നില്ല. അപ്പോ സാധാരണഗതിയിലെ വലിയൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലി മെന്ററിംഗ് വിഷയത്തിലായിക്കോട്ടെ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലായിക്കോട്ടെ, ഏറ്റവും അധികം പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുടുംബോളിമ്പമുണ്ടാകാൻ ബുദ്ധിമുട്ടുള്ള കുടുംബ ബന്ധങ്ങളിലെ ഒരുപാട് ശിഥിലീകരിക്കപ്പെട്ട പ്രശ്നങ്ങളാണ് മെന്റൽ ഹെൽത്തിൽ എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ കൂടുതൽ കൈകാര്യം ചെയ്തിരിക്കുന്ന ഡ്രഗ്സ് ആണ്. ഏറ്റവും അധികം LSDയും MDMAയും ഒക്കെ എടുക്കുന്ന ഞാൻ ഉഷാ സിംഗ് സാറിന്റെ കാലഘട്ടത്തിലായിരുന്നു പ്രവർത്തനം തുടങ്ങിയത്. അസിസ്റ്റന്റ് കമ്മീഷണർ അനിൽകുമാർ സാറിന്റെ കാലഘട്ടത്തിൽ അത് എൻഡ് ചെയ്തു. ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. സോ ഒരു കുട്ടി 14 വയസ്സിൽ താഴെയുള്ള ഒരാൾ ഇന്നലെ ഹാപ്പി ലാൻഡിൽ കൊല്ലം ജില്ലയിലെ ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും 4 പെൺകുട്ടികൾ 13-14 വയസ്സുള്ള 4 പെൺകുട്ടികൾ ഇന്നലെ വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ എത്തുന്നു. 4 പേരും ഛർദ്ദിക്കാൻ തുടങ്ങുന്നു. ഡ്രൈവർ അമ്മ വീട്ടിൽ നിന്നും വളരെ സേഫായിട്ട് വണ്ടിയിലേക്ക് അയച്ച ഒരു ടൊയോട്ട കാറിലേക്ക് അയച്ച ഡ്രൈവർ പകുതി വഴി നിർത്തി അമ്മയെ വിളിക്കുന്നു. കുട്ടികൾ ഛർദ്ദിക്കുന്നു. അമ്മ തിരിച്ച് എന്നെ വിളിച്ചു. എൻ്റെ ക്ലയന്റിന്റെ ഫ്രണ്ടാണ്, ആ നിലയ്ക്ക് എന്നെ വിളിച്ചു. എന്താണെന്ന് അറിയില്ല മാഡം എന്ന് പറഞ്ഞു. സോ അവരോട് ഞാൻ പറഞ്ഞു, നിശബ്ദതയോടുകൂടി വഴിയിലൊന്നും നിർത്താതെ, അങ്ങനെയല്ല പറയേണ്ടത്, റീജിയണൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക എന്ന് പറയേണ്ടത്. പക്ഷെ ഞാൻ 4 പെൺകുട്ടികൾ എന്ന പരിഗണനയും ആ അമ്മയുടെ ജീവിത സാഹചര്യത്തിൽ സിംഗിൾ പാരന്റ് എന്ന പരിഗണനയും കൊടുത്തുകൊണ്ട് അവർ തിരികെ കൊല്ലത്തുള്ള അഞ്ചലിലുള്ള അവരുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിൽ ക്യാമറ സെറ്റ് ചെയ്ത് മുഴുവൻ കാര്യങ്ങളും ഞാൻ എന്റെ വീട്ടിലിരുന്ന് കണ്ടു. 4 പേരും ഏതോ വിദേശ മദ്യം. അതല്ല എനിക്കതൊക്കെ അറിയാം. ജസ്റ്റ് ടെസ്റ്റ് എഴുതി നോക്കിയതാണ്. സാറി പറഞ്ഞ ബക്ക എന്നാണ് സാർ ബാക്കി പറഞ്ഞു. ആ സാധനം മൊത്തത്തിൽ വെള്ളം എത്ര അളവിൽ ഒഴിച്ചു കുടിക്കണം എന്നതുപോലും അറിയാതെ മുഴുവൻ കത്തിക്കരിഞ്ഞ് ഇന്നലെ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സോ ഇത് അവർക്ക് കൊടുക്കുന്നത് ഒരു വലിയ ഫെസിലിറ്റേഷനുള്ള ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു മീഡിയയിലെ ക്യാമറാമാന്റെ അസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുന്ന ഒരു എക്സ്കുട്ടിയാണ്. അവര് വയസ്സ് 21-19 കുട്ടികൾക്ക് 13 വയസ്സിൽ താഴെ. ഇതിനുള്ളിൽ നമ്മൾ ആക്ച്വലി പോക്സോ എന്ന് പറഞ്ഞാല് നേരെ എടുത്ത് അകത്തിടുന്നത് ഈ കുട്ടിയായിരിക്കും, ഈ ആൺകുട്ടിയായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് പരിചയപ്പെട്ട ആൺകുട്ടി മദ്യം വാങ്ങിക്കൊണ്ട് 10-19 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടികൾക്ക് കൊടുത്തത് ക്രിമിനൽ ഒഫൻസ് ആണെന്ന് അറിയാത്ത ഒരു ആൺകുട്ടിയായിരിക്കും. സുഹൃത്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ക്യാഷ് കൊടുക്കുന്നു. പക്ഷെ നമ്മൾ ആരെ പിടിക്കുന്നില്ല. എന്തിനീ 4 പെൺകുട്ടികളും 19 വയസ്സിൽ താഴെയുള്ളവരെ ഹാപ്പി ലാൻഡിലേക്ക് ഒരു കാർ പിടിച്ചു വിട്ടത് എന്തിനീ എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. ഈ 4 പേരുടെ പാരന്റ്സും ഇന്നലെ കൂടെ പോകാത്തത് എന്ത് എന്നതിന് ഉത്തരവില്ല. ഈ 4 പേരും എന്തുകൊണ്ട്, ആ കുട്ടിയുടെ ഭാഷയിൽ ഹോട്ട് എന്നാ പറഞ്ഞത്, ഹോട്ട് എന്ന് പറയുന്ന ഈ സാധനം എന്തുകൊണ്ട് വാങ്ങി കഴിച്ചു എന്നതിന് ഉത്തരവില്ല. ഏത് മദ്യശാലയിൽ നിന്ന് കൊടുത്തു എന്നതിന് ഉത്തരവില്ല. ഇതൊന്നും ഉത്തരവില്ല. പക്ഷെ നമ്മൾ എന്തോ പറയുന്നു, ചെക്കൻ പോക്സോയാണ് അല്ലെ, പോക്സോ മദ്യം വാങ്ങി കൊടുത്തു, പോക്സോ. ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോ ചില ഇതംസ് ഉണ്ട്. ഇങ്ങനെ ഇത് ചെയ്യാവുള്ളൂ എന്ന പ്രോട്ടോകോൾ ഉണ്ട്. ഞാൻ ഇന്നലെ 1 മണി വരെ ഈ കൺസേൺ സ്ഥലത്തെത്തി അതിൻ്റെതായ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യതയോടുകൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ചെയ്തു കൊടുക്കുമ്പോഴും ഞാൻ ഒരിക്കലും 4 പെൺകുട്ടികളെ സേവ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവരുടെ സ്കൂളിൽ മെയിൽ ചെയ്തു. സ്കൂളിൽ മെയിൽ ചെയ്ത് എന്താ സംഭവിക്കുന്നത്? ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, ഞാൻ എനിക്ക് അന്നം തരുന്നത് സ്കൂളുകളിലേക്കുള്ള എന്റെ ജോലിയാണ്. പക്ഷെ ഒരു സ്കൂൾ പോയി നിങ്ങൾ ആരെങ്കിലും, ഞാൻ പെറ്റിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് പറയണത് പെറ്റ്സ് മാത്രമല്ല. പെറ്റ്സിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആനിമൽ അസിസ്റ്റഡ് തെറപ്പി എന്ന അഭൗമമായ ഒരു തെറപ്പി ടെസ്റ്റ് നമുക്ക് പെറ്റിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മാനസിക സംഘർഷം കുറയ്ക്കാന്, നിങ്ങളുടെ ഓക്സിറ്റോക്സിൻ കൂട്ടാന്, നിങ്ങളുടെ ഡോപ്പമിൻ കൂട്ടാന്, സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കാന്, നിങ്ങളുടെ സെക്ഷുവാലിറ്റി ബിഹേവിയർ ഹൈ ആക്കാന് ഒക്കെ പെറ്റ്സിനോടുള്ള നിങ്ങളുടെ ക്യാരക്ടർ ഫോർമേഷനിൽ കഴിയും. ഇത് തെളിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ പരിശോധിച്ച്, നിങ്ങൾ മുതിർന്നവരാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. കുറച്ചുകൂടെ വലിയൊരു സെഷൻ വരുമ്പോൾ അത് ഞാൻ PPT പ്രസന്റേഷനിലൂടെയോ കേസ് സ്റ്റഡിയിലൂടെ പറഞ്ഞു തരാം. പക്ഷെ എനിക്ക് ഇങ്ങനെ കുറച്ച് പാരന്റ്സ് ഉണ്ടാകുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ അതൊക്കെ മേലെയുള്ള കാര്യങ്ങളാണ്. എന്റെ സംഘടനകൾ കൂടിയാണത്. കാര്യം ഒരു സ്കൂളിലേക്ക് നിങ്ങൾ ഒരു കുട്ടിയെ കൊണ്ടാക്കി ചെയ്യാൻ പോയാൽ നിങ്ങൾ ആരെങ്കിലും ആ സ്കൂളിൽ വ്യക്തമായി ഒരു മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ? ബസ് ഉണ്ടോ? ബസ് വീടിന്റെ അടുത്തുണ്ടോ? സ്കൂളിലെ ഫെസിലിറ്റേഷൻ എങ്ങനെ, യൂണിഫോം എങ്ങനെ, ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടോ? ഇംഗ്ലീഷിൽ കുട്ടി സംസാരിച്ചിട്ട് എന്തെടുക്കാനാണ്? ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ 5 PG ഡിഗ്രിയും എന്റെ PhDയും ചെയ്തത് ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചിട്ടല്ല. ഞാൻ പഠിച്ച 5 PG ഡിഗ്രിയും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിലാണ്. MSO മാസ്റ്റർ ഓഫ് സോഷ്യോളജി, MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്, MSWC മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഇൻ കൗൺസിലിംഗ്, PGDCM, then again my major area MLPC,
then I have done MPhil with the university, Kerala University in English Literature. ഇതൊന്നും ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചത് ചെയ്തതല്ല. എൻ്റെ അമ്മ എനിക്ക് തന്ന, എൻ്റെ ഉമ്മച്ചി എനിക്ക് തന്ന ദാരിദ്ര്യം മാത്രമായിരുന്നു എൻ്റെ പങ്ക്. ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ജീവിക്കാനായി പഠിപ്പിക്കാനായി IELTS പഠിപ്പിച്ചു തുടങ്ങിയതാ. ഇംഗ്ലീഷ് അറിയാത്ത ഞാൻ ഡിക്ഷണറി നോക്കി പഠിപ്പിച്ചു തുടങ്ങി. ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് ആയിരുന്നു എൻ്റെ സ്ഥാപനം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ. മലയാളം മീഡിയം സ്കൂളിലെ പാപ്പനംകോട് ഗവൺമെന്റ് HSS പഠിച്ച ഞാൻ ഇന്ന് MPhil ഇത്രയും തീസിസ് എഴുതുന്നുണ്ട് എങ്കിൽ എൻ്റെ കീഴിൽ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും കുട്ടികൾ ഗൈഡായിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട് എങ്കിൽ ഞാൻ ചെയ്തത് എൻ്റെ ഉമ്മച്ചി എനിക്ക് നൽകിയ പാഠം, ദാരിദ്ര്യം എന്ന പാഠം പഠിച്ചുകൊണ്ട് മാത്രമാണ്. നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് എല്ലാ കുന്തവും വാങ്ങി കൊടുക്കാതെ ഇല്ല എന്ന് പറയാൻ പഠിക്കുക, നോ പറയാൻ പഠിക്കുന്ന പാരന്റ്സ് ആയി മാറുക, നല്ല ശിക്ഷ കൊടുക്കുന്ന പാരന്റ്സ് ആയി മാറുക. ഹൈക്കോടതിയുടെ റൂൾ പ്രകാരം നിങ്ങൾക്കറിയുമോ, ബേൺഔട്ടിൽ 48% അധ്യാപകർക്ക് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള മാനസിക രോഗവും കാർഡിയാക് ഡിസോർഡറുമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 100-ൽ 48 ഗുരുനാഥന്മാരെ അസുഖബാധിതരായിരിക്കുന്നു കുട്ടികളെ നോക്കി. എന്തുകൊണ്ടാണെന്നറിയോ? ഹൈക്കോടതി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് നവംബറിൽ ഹൈക്കോടതിന്റെ റൂൾ ഔട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ, കേരളം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നു പറയുന്നത്, എനിക്ക് എൻ്റെ നാടിനെ കുറിച്ച് ആദ്യം നോക്കുന്നതിന് ആവശ്യമേ ഉള്ളൂ. എൻ്റെ നാട് ഈ ലോകത്തെ ഏറ്റവും നല്ല നാടായതുകൊണ്ടാണ് എനിക്കുള്ള എല്ലാ സൗകര്യങ്ങളും മാറ്റിവെച്ച് ഞാൻ എൻ്റെ കൊച്ചു കേരളത്തിലേക്ക് എത്തിയത്. ഞാൻ ഇന്നും ലേബറിൽ വർക്ക് ചെയ്യുന്നതും അത് ഏറ്റവും അധികം ഞാൻ മില്ലിയനിയർ ഫാഷൻ കണ്ടെത്തുന്നതും ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്നെ എന്ന് പറയുന്നതും എനിക്ക് സാധാരണക്കാരുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റിയ മഹാഭാഗ്യമുള്ളത് കൊണ്ടാണ്. അതെൻ്റെ ബാങ്ക് ബാലൻസിന് അതീതമാണ്, എത്ര തവണയായാലും അതിന് അതീതമാണ്. അപ്പോൾ ഓരോ തവണയും ഞാൻ ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കുട്ടികളിൽ നമ്മൾ കൊണ്ടുവരുന്ന പ്രസ്ഥാനത്തിന്റെയും സംവിധാനങ്ങളുടെയും അപര്യാപ്തതകളാണ്. ഒരു സ്കൂളിലേക്ക് CBSE കൃത്യമായി പറഞ്ഞിരിക്കുന്നു, സ്റ്റേറ്റ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഒരു സ്കൂളിൽ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റിന് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നിർബന്ധം. ഞാൻ CBSE സ്കൂളുകളെ കുറിച്ച് പറയാം, സ്റ്റേറ്റ് സ്കൂളുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. CBSE കാരണം അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. CBSE സ്കൂളുകളിൽ ഇത്രയും കാശ് കൊടുക്കുന്ന ഒരു സ്കൂളിൽ എൻ്റെ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി പഠിക്കുന്നില്ല, കണക്കിന് മോശമാണ്, ഫാദറെ അല്ലെങ്കിൽ ടീച്ചറെ അല്ലെങ്കിൽ സാറെ നിങ്ങൾക്ക് ഇവിടെ കൗൺസിലർ ഉണ്ടോ നിങ്ങൾ ചോദിക്കാറുണ്ടോ? നിങ്ങൾ ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ലൈഫ് സ്കിൽ കാർഡ് ചോദിക്കാറുണ്ടോ? MS പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ എത്ര മാർക്കാണ് ചോദിക്കുന്നത്? വാട്ട് ഈസ് ലവ് എന്ന് ചോദിച്ചാൽ MS പറഞ്ഞ് മോറൽ സ്റ്റഡീസ് ബുക്കിൽ എഴുതിയിരിക്കുന്ന ലവ് ഈസ് ഗോഡ് എന്നാണ്. ഇതിനാണ് അവർ 5 മാർക്ക് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇസമോ ഏതെങ്കിലും മതത്തിന്റെയോ സാന്നിധ്യത്തിലോ വളരുന്ന ഒരു ട്രസ്റ്റാണ് സ്കൂൾ നടത്തുന്നതെങ്കിൽ ആ മതത്തിന് അതീതമായ കാര്യങ്ങളോ അതിനകത്തു നിന്നുള്ള കാര്യങ്ങളോ കുട്ടികളെ മോറൽ സ്റ്റഡീസിൽ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ലൈഫ് സ്കിൽ ഇല്ല. മലയാളം പഠിക്കും, സയൻസ്, സാമൂഹിക പഠനം, ഇംഗ്ലീഷ്, ഹിന്ദി, സ്റ്റെം എഡ്യൂക്കേഷൻ, സ്പോക്കൺ ഇംഗ്ലീഷ്, വേറെ എന്തൊക്കെയോ വന്നിട്ടുണ്ട്, GK, അതർ സ്റ്റഡീസ്. കുട്ടികളിലേക്ക് കൃത്യമായ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഈ 14 വയസ്സുള്ള ഇന്നലെ ഞാൻ കണ്ട 4 കുട്ടികളുടെ കയ്യിലും 1000 രൂപ വീതമുണ്ട്, 4000 രൂപ. അതവർ കൃത്യമായി പ്ലാൻ ചെയ്തു. മണി മാനേജ്മെന്റ് പഠിപ്പിക്കുന്നുണ്ടോ? നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിപ്പിക്കുന്നില്ല. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ എങ്ങനെയാണ് ആദ്യം ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ലൈഫ് സ്കില്ലുകളെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് പല റിലയൻസിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ജൈലത്തിൽ പോയിട്ട് വന്നിട്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് കുറ്റം പറയുന്നതോ പരാതിപ്പെടുന്നതോ ഇതിനെ സങ്കടമായിട്ട് കാണണം. കഴിഞ്ഞ 1-ാം തീയതി തൊട്ട് ഇന്ന് 10-ാം തീയതി വരെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ നീള സ്കൂൾ ഓഫ് ഹാപ്പിനെസ്സിൽ വന്നിരിക്കുന്ന കേസ് സ്റ്റഡിയിൽ 15 പേരിൽ 8 പേര് ഡ്രഗ്സ് ആണ്, കുട്ടികളാണ്. ഈ 8 പേര് ഡ്രഗ്സ് കൊക്കൈൻ ഉപയോഗിക്കുന്നുണ്ട്, LSD ഉപയോഗിക്കുന്നുണ്ട്. ഈ കണ്ട സംവിധാനങ്ങളെല്ലാം അവർ സപ്പോർട്ട് ചെയ്യാനുള്ളപ്പോഴും ഇതെല്ലാം ഉപയോഗിക്കുന്ന ഇടം വീട്ടിലാണ്. സോ ഞാൻ നിർത്തി. നമ്മുടെ മിനിസ്റ്റർ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ സംസാരിക്കാം. നിങ്ങൾക്ക് ബോറടിക്കോ? കൈകൊട്ടൊന്ന് ബോറടിക്കുന്നു. ഞാൻ അത്യാവശ്യത്തിലേക്ക് ഇത്തരം മേഖലകളിൽ എത്ര സമയങ്ങളുണ്ടെങ്കിലും നമ്മൾ സംസാരിക്കേണ്ട മേഖലകളായതുകൊണ്ടും ഇതൊന്നും തന്നെ പാഠ്യവിഷയങ്ങളില്ലാത്തത് കൊണ്ടും ഞാൻ സംസാരിക്കുന്നു. സാറിന് ഉണ്ടായിരുന്ന മിനിസ്റ്റർ, ഞാനൊരു നിയമമാണ്, വീട് പൂഴിക്കുന്ന പാപ്പനോടാണ്. മെതിനോട് സംസാരിച്ചപ്പോൾ മെതിനും നിയമമാണ്, നിയമം കാരണം മാത്രം തെരഞ്ഞെടുത്തതാണോ? എന്തായാലും സന്തോഷം, കാണാനും കേൾക്കാനും വീണ്ടും തുടരുന്നു. എനിക്ക് ഗ്യാപ്പ് പോയിട്ടുണ്ട് എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ഫാമിലിയിലെ, നമ്മുടെ വീട്ടിനുള്ളിലെ പല ഘടകങ്ങളിലും നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും ഏതൊക്കെ രാജ്യത്ത് എങ്ങനെയൊക്കെ പോയാലും 4.5 ലക്ഷം യൂത്ത്
വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. ഒരു ദിവസത്തിൽ 9 കുട്ടികള് യൂത്ത് ആക്സിഡന്റ് ആകുന്നു കേരളത്തിൽ. നമ്മുടെ AI ക്യാമറയുടെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. അപ്പോ ഇപ്പൊ പിന്നെ അത് കൂടിയിട്ടുണ്ട്. അപ്പോ കൂടുതലായിട്ട് യുവാക്കൾ മരണപ്പെടുന്നത് ആക്സിഡന്റിലാണെങ്കിൽ, ഇത് ഞാൻ പറയുന്നതിൽ ഒരു വ്യത്യാസം എടുക്കരുത് കേട്ടോ. കേരളത്തിലാണ് എന്നതുകൊണ്ട് പറയരുത്. ഞാൻ ചില കാര്യങ്ങൾ ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വർക്ക് ചെയ്യുന്ന മേഖല സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ, UN-ന്റെ ഗോൾ ബേസ് ചെയ്തിട്ടാണ് എന്റെ ചാരിറ്റി ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കാര്യങ്ങൾ പറയാൻ കഴിയുന്നത്. അപ്പോ കൃത്യതയോടുകൂടി കുഞ്ഞുമക്കളെ, നമ്മുടെ യൂത്ത് ഏറ്റവും കൂടുതൽ ബലിയാടാകുന്നത് റോഡ് ആക്സിഡന്റുകളിലാണ്. 2, കേരളത്തിലെ ആയുർദൈർഘ്യം നമ്മൾ ഏറ്റവും പെട്ടെന്ന് മരിച്ചു പോകുന്നത് ആരാണെന്നാണ്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? മെയിലും ഫീമെയിലും ഏറ്റവും പെട്ടെന്ന് മരണപ്പെടുന്ന ആരായിരിക്കും? മെയിലാണ്. ഭാരവാഹികളില്ല, നല്ല എനർജറ്റിക് ആണ് കേട്ടോ. സോ മെയിലാണ്. അതിന് കാരണം കേരളത്തിന്റെ ഭൂപ്രകൃതിയും പെണ്ണുങ്ങൾക്ക് അനുയോജ്യമാണ്. 81 വയസ്സിലേ ചാർത്തുള്ളൂ. ആയുർദൈർഘ്യം 70 വയസ്സിൽ ഈ പാവങ്ങളുടെ കാര്യം പോക്കാണെന്നാണ് സെൻസസ് റിപ്പോർട്ട്. അപ്പൊ 70 വയസ്സിൽ മരണപ്പെടുന്ന മെയിൽ ജെൻഡറിലും 81 വയസ്സ് വരെ ജീവിക്കുന്ന ഫീമെയിൽ ജെൻഡറിലും, എന്നാൽ ഏറ്റവും കൂടുതൽ ആൺമക്കൾ സൂയിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൺ ജെൻഡർ സൂയിസൈഡ് ചെയ്യുന്നതും, കൂടുതൽ ആണുങ്ങൾ റോഡ് അപകടങ്ങളിൽ മരണപ്പെടുന്നു. നിങ്ങളൊന്ന് ചേർത്ത് വായിച്ചു നോക്കൂ. ഏറ്റവും അധികം ഒറ്റപ്പെടുന്നത് ആര്? ആരും ഇല്ലാതാകുന്നത് ആര്? സ്ത്രീകൾ. അപ്പൊ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത് അവരിലായത് സാമൂഹിക പ്രശ്നമായി മാറിയത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ്. അല്ലാതെ സ്ത്രീകൾ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും വിചാരിച്ച പോലെ എല്ലാം പോക്കായതുകൊണ്ടല്ല. ഇതാണ് കാര്യം. ഏറ്റവും അധികം ഒറ്റപ്പെടുന്നു സ്ത്രീകൾ വീടുകളിൽ. ഡിവോഴ്സ് റേറ്റ് കൂടുന്നു. ഇനിയോ ഏറ്റവും അധികം UN കേരളത്തോട് ആവശ്യപ്പെട്ടത് വാർദ്ധക്യ വിരുദ്ധ ചൂഷണ വിരുദ്ധ ദിനം ആഘോഷിക്കണമെന്നാണ്. വാർദ്ധക്യ ചൂഷണ വിരുദ്ധ ദിനം എന്ന് പറയുമ്പോൾ ആദ്യമായി ആചരിച്ചത്, ഞാൻ ആഘോഷിച്ചതെന്ന് പറയില്ല, ആചരിച്ചത് നമ്മുടെ കേരളത്തിലാണ്. കാരണം ഏറ്റവും അധികം അമ്മമാരെ ഉപദ്രവിക്കുന്നത് കേരളത്തില് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ സംവിധാനങ്ങളും സർക്കാരും എടുത്തൊരു വലിയ നിലപാടായിരുന്നു അമ്മ വീടുകൾ കൂട്ടാൻ. ഇതിന് കാരണവും ഈ സാമൂഹിക പ്രശ്നമാണ്. ഇതെല്ലാം വന്നത് കുടുംബത്തിൽ നിന്നാണ്. ഞങ്ങളുടെ സോഷ്യൽ സൈക്കോളജിസ്റ്റുകള് കുടുംബത്തെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് 2 പേർ ജീവിത ഉൽപാദിക്ക് അനുസരിച്ച് കുട്ടികളെ പ്രൊക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരുമിച്ച് ജീവിക്കുന്ന ഇടമാണ് കുടുംബം എന്നത്. അതായത് ഒന്നോ അതിലധികമോ ആളുകൾ, അല്ലെങ്കിൽ 2ഓ അതിലധികമോ ആളുകൾ ഒരുമിച്ച് ഒരിടത്ത് ജീവിക്കുന്നതാണ് കുടുംബം. അപ്പൊ ഈ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ 45,000 ഡിവോഴ്സും, എല്ലാ ഏറ്റവും പുതിയ 10,000 ആളുകളിൽ നിര ഫൗണ്ടേഷൻ 2021 കൊറോണയോടുകൂടി നടത്തിയ ഒരു സമയം ഉണ്ടായതുകൊണ്ട് നടത്തിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയുടെ റിപ്പോർട്ട്, വീട്ടിനുള്ളിൽ ഡിവോഴ്സ് ആഗ്രഹിച്ച് നടക്കുന്നതും ജീവിക്കുന്നതുമായ ഭാര്യ ഭർത്താക്കന്മാരുടെ എണ്ണം 180. വേണ്ട, എന്നാലും നമ്മൾ സഹിക്കുന്നു. ആർക്കൊക്കെയോ വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അച്ഛന് നാണക്കേട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി, അമ്മയ്ക്ക് നാണക്കേട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. 10,000 പേരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കറക്റ്റ് ആണ്. ഞങ്ങളത് റിപ്പോർട്ടിനായിട്ട് അയച്ചതിൽ ഏറ്റവും അധികം കുട്ടികൾ, നിങ്ങൾ സാമൂഹ്യ പ്രശ്നം പണിയുടെയും ബോച്ചയുടെയും പിന്നിൽ നിന്ന് മാറിയാൽ അറിയാൻ പറ്റുന്ന ഒരു വലിയ സാമൂഹ്യ പ്രശ്നം നടക്കുന്നത് പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറല്ല എന്നതാണ്. കേരളത്തിൽ പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ല എന്നുകൊണ്ട് അതൊരിക്കലും നമ്മള് കുറെ ഇസത്തിനെയും ഫെമിനിസത്തിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സാമൂഹിക പ്രതിബദ്ധതാ വിഷയങ്ങളിൽ കുടുംബം എന്നത് പഠന വിഷയത്തിൽ ഇല്ലേയില്ല. കുടുംബം എന്നത് പാഠ്യ വിഷയത്തിലില്ല. ഒരു മാസത്തിൽ ചിലവാക്കുന്ന എഡ്യൂക്കേഷണൽ എക്സ്പെൻസ് നിങ്ങൾ ഒന്ന് നോക്കൂ. വിദ്യാഭ്യാസത്തിനായി സാധാരണ ഒരു കുടുംബം ചിലവാക്കുന്ന എക്സ്പെൻസ് ഒരു കുട്ടിക്ക് മിനിമം എമൗണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം 3,000-ൽ താഴെ രൂപയാണ്. 3,000-3,000-ൽ താഴെ ഒരു കുട്ടിക്ക്. എന്നാൽ ഒരു വർഷം 1,00,000-ൽ പരം രൂപ ഇതിനായി ചെലവാകുമ്പോൾ ആ കുട്ടിയുടെ 15 വർഷം ഒരു അപ്പനും അമ്മയും അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, കേരളത്തെ സംബന്ധിക്കുമ്പോൾ 15 അല്ല 24 അല്ല, വീട്ടൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ കല്യാണം കഴിച്ച് കാർ മേടിച്ച് വീട് മേടിച്ചിട്ട് പാരന്റ്സ് മാറും. അതുകൊണ്ട് അങ്ങനെ നോക്കിയാൽ 24-25 വയസ്സ് വരെ അവർ ചെലവാക്കുന്ന എമൗണ്ട് കൂടുതൽ വിദ്യാഭ്യാസത്തിനാണ്.
കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ സിലബസ് നല്ല ഭംഗിയായി കൊണ്ടുപോകുന്നത് എന്നാണ് റിപ്പോർട്ട്. പക്ഷെ അവിടെയും എത്ര തന്നെ പഠിപ്പിച്ചാലും ഒരു കുട്ടിയുടെയും ഒരു വ്യക്തിയുടെയും പഠന നിലവാരം എന്ന് പറയുന്നത്, ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് അമ്മ സ്കൂളാണ്. അതായത് 50% ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് കൃത്യമായി കൈത്താങ്ങാകുന്നത് കുടുംബം, ഫാമിലി എന്ന സ്കൂളാണ്. 30% അധ്യാപകരാണ്, 20% സമൂഹമാണ്. അങ്ങനെ 100% എത്തുന്നതിൽ നമ്മൾ കൃത്യത പാലിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. എനിക്ക് ജോലിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. എന്റെ മക്കൾ ഇപ്പോൾ എവിടെയാണ്? 23 വയസ്സുകാരനും 21 വയസ്സുകാരനും എന്ത് ചെയ്യുന്നു എന്ന എന്നിൽ അമ്മ കൃത്യമായി ഒരു മെന്ററായും ഒരു റെസ്പോൺസിബിൾ സോഷ്യൽ ഫിഗറായും അവന്റെ മുമ്പിൽ ഉണ്ടാകേണ്ടതല്ലേ? അതുപോലെ കഴിക്കുന്ന ആഹാരത്തിലും കുടിക്കുന്നതിലും ഞാൻ കൊടുക്കുന്ന ഉത്തരവാദിത്വ ബോധത്തിലും എനിക്കൊരു സൂക്ഷ്മ ദർശന സ്വഭാവം ഉണ്ടാകേണ്ടതല്ലേ? അവിടെ പോസ്റ്റ് മാരിറ്റൽ റിലേഷൻഷിപ്പ് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, ശരിയെന്നും ഞാൻ പറയുന്നില്ല. തെറ്റുകളും ശരികളും ഒരു വ്യക്തിയുടേത് മാത്രമാകുമ്പോൾ ബലിയാടാകുന്നതും വഴിയാധാരമാകുന്നതും ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അധ്യാപിക എന്ന നിലയിലും ആ കുട്ടികളെ കൂടെ ചേർന്ന് 24 വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകർ എന്ന നിലയിലും പറയാൻ കഴിയുന്നത്, പ്രിയപ്പെട്ടവരെ, വീട്ടിനുള്ളിൽ ഒരുമിച്ച് കൂടൂ, അതിന് പെറ്റ്സിനെ ഉപയോഗിക്കൂ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ വഴക്കുണ്ടായി കഴിഞ്ഞാലും അപ്പനും അമ്മയും തമ്മിൽ തള്ളി വെച്ചാൽ ഞങ്ങൾക്ക് ഫാമിലി പ്രോബ്ലംസ് ഒരുപാട് വരാറുണ്ട്, സെക്ഷുവാലിറ്റി റെസിലിയൻസി പ്രോബ്ലം ഒരുപാട് വരാറുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉടനടി ഡിവോഴ്സിലേക്ക് പോകുന്നു. കാരണം ചോദിച്ചപ്പോൾ എന്താ പറയാ, ഏറ്റവും കൂടുതൽ മാരിറ്റൽ റേപ്പ് നടക്കുന്നു. മാരിറ്റൽ റേപ്പ്, വിവാഹത്തിന് ശേഷം റേപ്പ് നടക്കും. ഒരു ഭർത്താവ് റേപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നു എന്നത് സാമൂഹിക വിപത്താണ്. കുഴപ്പമില്ല സാർ, ഞാനൊന്ന് ട്രാക്ക് മാറണ്ടേ? ഓക്കെ. എന്തായാലും ഈ സാമൂഹിക വിപത്തിന് പ്രധാന കാരണം കുട്ടികളിലെ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷന്റെ കുറവാണ്. ഏത് സ്കൂളിലാണ് ഞാൻ പോയി ഇരുന്നിട്ടുണ്ട്, ഭിക്ഷ പറഞ്ഞിട്ടുണ്ട്, യാചിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ. മാഡം, നിങ്ങൾ കുട്ടികൾക്ക്, ഞാൻ കേരള സ്റ്റേറ്റിന്റെ പൊതുവിദ്യാഭ്യാസം സാറിന്റെ കീഴിലുള്ളതില് ഏറ്റവും കൂടുതൽ NSS ഹയർ സെക്കൻഡറി ബോർഡിലെ സമദർശൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന്റെ റിസർച്ച് അസോസിയേറ്റ് ആണ്. ഇതിൽ ജെൻഡറുകൾ എത്രയുണ്ട്? നമ്മളിവിടെ ഇരിക്കുന്നതിൽ മുതിർന്ന കുട്ടികളുണ്ടല്ലോ. ആ മോനെ ഒന്ന് വിളിച്ചാൽ അവൻ മൊബൈൽ ഫോൺ താഴ്ത്തി വയ്ക്കാൻ പറഞ്ഞേ. ഞാൻ ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ മൊബൈൽ ഫോൺ നോക്കാൻ വേണ്ടിയിട്ടാണോ? ആണോ? എന്താ നിന്റെ പേര്? എന്താ ഉറക്കി പറയും? ഗിരിത. ഏത് സ്കൂളിലാണ് നീ പഠിക്കുന്നത്? ചിന്മയല്ല, നേവത. പിന്നെ വഴുതക്കാട് ചിന്മയല്ലോ. കുഴപ്പമില്ല മോനെ, കണ്ടിന്യൂ ചെയ്തോ. ഇപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് നീ കണ്ടിന്യൂ ചെയ്തോ. മോനാ മൈ ഫ്രണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല മക്കളെ, നീ ഉപയോഗിച്ചു, കുഴപ്പമൊന്നുമില്ല. ഏതാണ്ട് ഒരു കറക്റ്റ് ആയിട്ട് നീ ഏതാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, ഒരു ദിവസത്തിൽ നീ 3 മണിക്കൂർ ഉപയോഗിച്ചാൽ നിന്റെ ഫിഗറേറ്റീവ് ബ്രെയിൻ ഡെഡ് ആയിക്കോളും. പേടിക്കണ്ട. അതായത് ഫിഗറേറ്റീവ് ബ്രെയിൻ ഡെഡ് ആവും എന്ന് പറഞ്ഞാൽ ചോറിൽ കൃത്യതയോടുകൂടി ഫിഗേഴ്സ്, ആർത്തമാറ്റിക്സ് കയറില്ല, നരേഷൻ കയറില്ല. പിന്നെ നിനക്ക് സീനറീസ് ആസ്വദിക്കാൻ പറ്റൂല. സീനറി ആസ്വദിക്കാൻ പറ്റിയാൽ എസ്തെറ്റിക് സെൻസ് ഇല്ല. എസ്തെറ്റിക് സെൻസിലെ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. പിടിക്കാ അതാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. ഈസ്റ്ററ്റിക് സെൻസ് ഇല്ലാത്ത ആളുകൾ കല്യാണം കഴിച്ചാൽ വീട്ടിന്റെ അടുത്തുള്ള അങ്കിളിന്റെ കൂടെ ആ ചേച്ചി വർത്തമാനം തുടങ്ങും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും അധികം കുട്ടികളിലേക്ക് ഉണ്ടാകേണ്ട കണ്ണി വിഷമിക്കണ്ട, എത്തിന് പോലെ. അപ്പോ മക്കളെ, ഒരു കുട്ടിക്ക് ഏറ്റവും അധികം ബുദ്ധിശക്തി കൂടുന്ന എപ്പോഴാന്ന് അറിയോ? ഗിരിധറിന് പറയട്ടെ, 12 വയസ്സ് തൊട്ട് 19 വയസ്സിനിടയിലാണ്. നിന്റെ ക്രിയേറ്റിവിറ്റിയുടെ ടോപ്പ് സമയം ഇപ്പോഴാ. ഈ സമയത്ത് നീ കാണുന്നില്ല, ആ ക്യാമറ എടുത്ത് പുറത്ത് വെറുതെ ഇറങ്ങി ഇന്നെ കേട്ടോണ്ടിരിക്കാണ്ട് കാണുന്നതെല്ലാം നീ ഒക്കെ എടുത്ത് നോക്കൂ. ഏറ്റവും അധികം അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി കേരളത്തിൽ ഇല്ല, ഒരാളേ ഉള്ളൂ പ്രൊഫഷണൽ. 1 hour ടൈം വന്ന് 19,000 rupees, 1 lakh. ഡെക്ക് ഡൈവേഴ്സ് ഇല്ല, സ്കൂബ ഡൈവേഴ്സ് ഇല്ല, സൈലങ്ങളുണ്ട്, 7,000 പേര് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ നീ നിന്റെ സമയം കണ്ടെത്തേണ്ട സമയമാണിപ്പോ. ഇപ്പൊ നമ്മളിപ്പോ ഹണീന്റെ കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് എന്തായാലും കാണാനുള്ള ബുദ്ധി ഉണ്ടായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴേക്ക് എന്റെ ആപ്പ് മുഴുവൻ
ഹണി ഹണി എന്ന് വരുന്നു, ബോച്ചെ ബോച്ചെ എന്ന് വരുന്നു. ഞാൻ പിന്നെ ഡിസ്ലൈക്ക് അടിക്കാണ്ട് ഈ സാധനം കാണാതിരിക്കാൻ പറ്റാത്ത ഒരു ലോകത്താണ് AI ബ്ലെൻഡഡ് മീറ്റ് AIയിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഇല്ലേ? പിന്നെ മകനോട് പറഞ്ഞു എന്ന് കരുതിയാൽ മതി കേട്ടോ. ഗിരിധർ നീ ഒന്ന് പോപ്പുലർ ആയില്ലേ? ആ അപ്പൊ പിന്നെ അടുത്തതിൽ ഞാൻ പറഞ്ഞ കാര്യം ഗിരിധർ കാരണം കയ്യിൽ നിന്ന് പോയി. എന്താ പോലെ നമ്മളെ പറഞ്ഞുകൊണ്ടിരുന്നേ? മുതിർന്ന ആളുകളാണ് പ്രശ്നം. എനിക്ക് ഓർമ്മയില്ലാത്തോണ്ടല്ല ചോദിച്ചത്, മൊബൈൽ നോക്കാത്ത ആളുകൾ ശ്രദ്ധിച്ചോന്നറിയാനാ. ജെൻഡർ മോളെയാണ് വിളിച്ചത്. എത്ര ജെൻഡർ ഉണ്ട് മക്കളെ? കുറെ എന്ന് പറയുമ്പോ എത്ര ഉണ്ട്? ഒന്ന് ഓർമ്മിച്ച നീ അവള് വഴി തെറ്റിക്കല്ലേ ഗിരിധർ? മോള് പറ. മോളും സിനിമയിലാണോ? ഇപ്പൊ എവിടെ? ആ ഓക്കെ. ഏതാണ്ട് ജെൻഡർ 7 ഉണ്ട്. LGBTQUA ഒരു പ്ലസ് ഉണ്ട്. 77 ജെൻഡർ ഉണ്ട്. ലോകാരോഗ്യ സംഘടന കണ്ടെത്തിയിരിക്കുന്നത് 77 തരം ജെൻഡർ ഉണ്ടെന്നാണ്. നമ്മൾക്ക് എത്ര ജെൻഡർ ഉണ്ടായാലും മെയിലും ഫീമെയിലും ചാർന്ന് കൂട്ടൊന്നും പറയും. ഏറ്റവും അധികം വിപത്ത് നമ്മുടെ കുട്ടികൾക്ക് ജെൻഡർ പഠിപ്പിച്ചു കൊടുക്കാത്തത്. ഓക്കെ, ലെസ്ബിയൻ എന്നും ഗേ എന്നും പറയുന്ന റിലേഷൻഷിപ്പിനെതിരെ നമ്മൾ ഏറ്റവും അധികം അടച്ചാക്ഷേപിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കുട്ടികൾക്ക് കൊടുക്കാനുള്ള ട്രെയിനിങ്ങിൽ ജെൻഡർ 7 ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. സോ L for lesbian എന്നും എന്റെ ജെൻഡർ ഐഡന്റിറ്റി ആണെങ്കിൽ എന്നെ കണ്ടാൽ പെണ്ണെന്ന് തോന്നുന്നു, ഞാൻ പ്രസവിച്ചു എന്നതുകൊണ്ട് എന്റെ ജെൻഡർ മെയിൽ ഫീമെയിൽ ആകുന്നില്ല. എന്റെ ജെൻഡർ ഐഡന്റിറ്റി എന്റെ തോട്ട് ആണ് എന്നും എന്റെ ആക്ഷൻ ആണ് എന്നും ഡിഫൈൻ ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാത്തിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് ജെൻഡർ ഡിഫറൻസിയേഷൻ ഉണ്ടാകില്ല. അപ്പോഴാണ് ഈ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കേരള സ്റ്റേറ്റ് സമദർശൻ എന്ന പ്രോജക്റ്റ് കൊണ്ടുവന്ന ഞങ്ങളെ പോലെ റിസർച്ചേഴ്സിനെ മുഴുവൻ പേരെയും അടച്ചാക്ഷേപിച്ച് ഓടിച്ചു വിട്ടു. ഇപ്പൊ എന്താ പ്രശ്നം? ഏതാണ്ട് ബഹുഭൂരിപക്ഷം സ്കൂളുകളിൽ ഞാൻ തന്നെ കൗണ്ട് ചെയ്ത, ഞാൻ ഒന്നുമല്ലാത്ത ഒരാളാണ്, ഞാൻ കൗണ്ട് ചെയ്ത 4 സ്കൂളുകളിൽ, വളരെ ഇന്റർനാഷണൽ സ്കൂളുകളിൽ ലെസ്ബിയൻ ഗേ റിലേഷൻഷിപ്പിൽ ടീമുകൾ 8 എണ്ണം ഉണ്ട്. അറിയാമായിരിക്കും, ഈ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക് അറിയാമായിരിക്കും. 8 ടീമുണ്ട്. ആ 8 ടീമുകളിൽ നിന്നും വിവാഹത്തെ കുറിച്ചിട്ടും ജെൻഡറിനെ കുറിച്ചിട്ടും പാരാസെക്ഷുവാലിറ്റിയും സെക്ഷുവാലിറ്റിയും ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇത് ബോധവൽക്കരിക്കേണ്ടത് ആര്? നമ്മൾ രക്ഷകർത്താക്കളാണ്. നമ്മൾ രക്ഷകർത്താക്കൾ ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഞാനത് പഠിച്ചിട്ടുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ പ്രസംഗിക്കുന്നതെന്ന് പറയാം. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഒരമ്മയ്ക്ക് ഇതൊന്നും പഠിക്കാതെ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒബ്സർവേഷനിലൂടെ തന്റെ മകൾ ഗർഭിണിയാണ്, 2 മാസം ഒന്ന് കണ്ടിട്ട് 16 വയസ്സായ കുട്ടിയുടെ അമ്മയ്ക്ക് 3 മാസം അറിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, അറിയാൻ പറ്റില്ല, കുട്ടികൾ വളരെ വില്ലന്മാരാണ്. പക്ഷേ 9 മാസമായാലോ നമ്മൾ അറിയണ്ടേ? അപ്പൊ ഈ 9 മാസമാകുമ്പോഴും എന്റെ മകളുടെ വയറിന്റെ വളർച്ച, അവളുടെ ശരീരത്തിന്റെ വളർച്ച, അവളുടെ ഹോർമോണിന്റെ ചേഞ്ച്, അവളുടെ ദേഷ്യം, അവളുടെ സങ്കടം, അവൾ സംസാരിക്കുന്ന രീതികൾ എനിക്കറിയാൻ പറ്റാതെ പോയത് എന്തുകൊണ്ട്? ഒന്നുകിൽ ഞാൻ തിരക്കായതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെ കുറെ കാര്യങ്ങളുള്ളത് കൊണ്ട്, അതുമല്ലെങ്കിൽ എനിക്ക് ബുദ്ധിയില്ലാത്ത ഒരാളാണ്. മന്ദബുദ്ധി പറഞ്ഞത് എന്നോട് ക്ഷമിക്കുക. ഞാൻ മെന്റലി ചലഞ്ചഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ട് എന്നാണ് എങ്കിൽ ഈ പ്രശ്നം 12% പാരന്റ്സിനുണ്ട്. ഇപ്പൊ നോക്കൂ, പെറ്റ്സ് ഉള്ള വീട്ടിൽ നമുക്ക് ടൂർ പോകാൻ പറ്റുമോ? 10 ദിവസത്തേക്ക് പറ്റുമോ? പശു ഉണ്ട്, എവിടെ നിങ്ങൾ പോവോ? ഇല്ലല്ലോ. വീട്ടിൽ എപ്പോഴും ഒരാൾ വേണമെങ്കിൽ ആര് വേണം? പെറ്റ്സ് വേണം. അതുങ്ങൾ നോക്കാൻ, പരിചരിക്കാൻ, അവരെ കൂടുതൽ കൊണ്ടുപോവാൻ. ഇനി പെറ്റ്സിന് എത്ര നഴ്സറി ഉണ്ടെങ്കിലും നമ്മൾ ഉണ്ടെങ്കിൽ വീട്ടിലൊരു പ്രസൻസ് ഉണ്ടാവും. ഈ വീട്ടിലെ പ്രസൻസില് ഏറ്റവും അധികം വീട്ടിലെ കൂട്ടായ്മകളിൽ നമ്മൾ തിരിഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഒരെണ്ണം വീട്ടിൽ മേടിച്ചു വെക്കുക. പൈസ ചെലവുണ്ടാകാം, സമയ ചെലവുണ്ടാകും. പക്ഷെ നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നമുണ്ട്. മലയാളി പല്ലുവേദന വന്ന്, കുഴിപ്പല്ല് വന്നാൽ മാത്രമേ പല്ല് പരിശോധിക്കുള്ളൂ. വയറിളക്കം വന്നാൽ മാത്രമേ ആശുപത്രിയിൽ പോകത്തുള്ളൂ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ മലയാളി പോകത്തുള്ളൂ. അപ്പൊ വിഷയം എന്താ? ഡിസംബറില് ഏറ്റവും അധികം കോവളത്തേക്ക് ഇത്രയധികം ആളുകൾ സീസണിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. ഇത്രയധികം ആളുകൾ ഡിസംബറിൽ വരുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തണുപ്പുള്ളതുകൊണ്ടാണോ? ആണോ? എന്തായിരിക്കും? യൂത്ത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി ഉള്ള വെയിലുള്ളത് കോവളത്തും വിഴിഞ്ഞത്തുമാണ്. സൺലൈറ്റ്. സോ നമുക്ക് നമ്മളുടെ കോവളത്ത് പോകുന്നത് വേറെ പല കാര്യങ്ങൾക്കുമാണ്.
പക്ഷേ നമ്മൾ പോകേണ്ടിരുന്ന സ്ഥലം. നിങ്ങളിൽ എത്ര പേർ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് 6 മന്തില്? എത്ര ഉണ്ട് മക്കളെ? എന്താ അറിയാത്ത? നിന്റെ നീയല്ലേ അറിയേണ്ടത്? എത്ര? പറ്റത്തില്ല അമ്മേ. ആ കൊച്ചിന്റെ ടെസ്റ്റ് ചെയ്യുമോന്ന് ചോദിക്കരുത്, അച്ഛനോട് ചോദിക്കേ. വേറെ നിങ്ങൾ ആരും മക്കളെ എത്രയുണ്ട്? 21. കൊടുക്കുകയും അല്ല, അവർക്ക് കൃത്യമായിട്ട് വെറുതെ തള്ളിയാണെന്ന് തോന്നുന്നു. അല്ലല്ലോ, 21 ഉണ്ടല്ലോ. ഓക്കെ, എന്തുകൊണ്ടാണ് മക്കൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പോയേ? യെസ്, മെന്റൽ ഹെൽത്തിലെ ആദ്യത്തെ ടെസ്റ്റ് വൈറ്റമിൻ D3. വൈറ്റമിൻ D3 ഈസ് നോട്ട് എ വൈറ്റമിൻ, ഇറ്റ്സ് എ ഹോർമോൺ. നമ്മളൊന്നും ചെയ്യില്ല. പനി വന്നപ്പോഴാണ് പോയത് കണ്ടോ? ഇവിടെ എന്തെങ്കിലും റീസൺ ഉള്ളതുകൊണ്ടായിരിക്കും പോകുന്നത്. PCOD വന്നാലോ പീരിയഡ്സ് ഇറഗുലർ ആയാലോ ഓടിപ്പോയി D3 നോക്കൂ. ഒരു വ്യക്തി ഇന്ന് തന്നെ, കഴിഞ്ഞാൽ ഇന്ന് തന്നെ കടയും പെറ്റ്സൊക്കെ അവിടെ ഇരിക്കട്ടെ, വീടും കുടുംബത്തോടൊപ്പം പോയിട്ട് ഈ ടെസ്റ്റിന് ഭയങ്കര പൈസയാണ്, 1000 rupees എന്തോളമാണ്. എങ്കിലും പോയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പനി വരാനും അസുഖം വരാനും കാത്തിരിക്കരുത്. മുടി കൊഴിയുന്നുണ്ട് എങ്കിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് കിട്ടുന്ന സാധനം വാങ്ങിച്ച് തേക്കാതെ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാനുള്ളത് വൈറ്റമിൻ D3 ടെസ്റ്റ് എടുക്കുക, വെള്ളം കുടിക്കുക, ഹൈഡ്രേഷൻ കൂട്ടുക. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സംവിധാനത്തിനെ മനഃശാസ്ത്രവുമായി ബ്ലെൻഡ് ചെയ്യുക. നമുക്ക് സ്ട്രെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഒത്തിരി ഉണ്ട്. ഒരുപാട് മേഖലകളിൽ നിരന്തരമായി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. 92% ആളുകൾക്ക് ബേൺ ഔട്ട് ആണ്. ഈ ബേൺ ഔട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂളാകാനായിട്ട് ദുബായിൽ ഞങ്ങളുടെ സെന്ററിൽ ചെയ്യുന്നത്, നമ്മളൊരു ഇക്കോസിസ്റ്റത്തിലേക്കാണ് ഒരു ക്ലയന്റിനെ കയറ്റുന്നത്. ഇക്കോസിസ്റ്റത്തിൽ ഓർഗാനിക് ആയിട്ട് പറിച്ചു തിന്നാൻ കഴിയുന്ന ടൊമാറ്റോ ഉണ്ടാവണം, നല്ല എന്താ പറയാ, ആ കുഞ്ഞു സാധനം കഴിക്കണം, വെള്ളരിക്കയുടെ ചെറുതായിട്ട് കോളനിയോ അതിലെയോ കോഴിക്ക, എനിക്ക് അറിയാം ഇതൊക്കെ, പക്ഷെ എനിക്ക് ലിങ്ക് മാറുമ്പോഴുള്ള പ്രശ്നമാണ്. അപ്പൊ ആ കോഴിക്ക അത്തരം സാധനങ്ങളെല്ലാം നമ്മൾ ഒരു ഗ്രീനറി സെറ്റിംഗ്സിൽ ഉണ്ടാക്കി, കുറച്ച് കോഴികള്, കാവകള്, പിന്നെ മുയല്, പിന്നെ ഒരു ഫാം ഹൗസ്. നോക്കൂ, $330 ബില്യൺ ബിസിനസ് നിങ്ങളുടെ മേഖലയിൽ വെറുതെ കിടക്കാണ്. ഞാൻ ബിസിനസ് സംസാരിച്ചാൽ $300 ബില്യൺ എന്ന് പറഞ്ഞാൽ ഫാം ടൂറിസം, ഈക്കോ ടൂറിസം, then interdisciplinary tourism, then of course animal tourism. നിർബന്ധമായും ഈ സാധനം നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് തരാണെങ്കിൽ AAT, നിങ്ങൾ നിങ്ങളുടെ ഫാം ഹൗസിലേക്ക് ഒരാൾ വന്നാൽ കൃത്യമായി നിങ്ങൾ കൂളാക്കി വിടുന്നുണ്ട് എങ്കിൽ അയാൾ ഓർഗാനിക് ഫുഡ് മക്കളെ ചലപ്പില് എന്താ പോലെ ആ വായു കൂട്ടി മാറി കുറച്ച് സമയത്തേക്ക് താക്കോലിന് തരുമോ, സിബിട്ടിട്ട് തരുമോ? ആയിട്ട് നിങ്ങൾ ഇറങ്ങിയേക്ക്, നീ ഇറങ്ങിയാൽ മതി. ഓക്കെ, നീ ഇറങ്ങിയ അതെ, ഇനി ആ കൈ തുറക്കാതെ നീ സംസാരിക്കരുത്. പ്രോമിസ്? കേൾക്കുന്നുണ്ടോ? കുറച്ച് ഇനി പുറത്തുപോയി കളിക്കുന്നുണ്ടോ? പൂമനെ പൊക്കോ, ഇവിടെ നിന്നൊന്ന് കേട്ട് നശിക്കരുത്. പൊക്കോ മോനെ, പൊക്കോ, പാകിസ്ഥാന്റെ മോൻ പൊക്കോ. അല്ല, എന്തെങ്കിലും കഴിയണ്ട, അവരോട് കഴിയും ചിലപ്പോൾ തിരിച്ചു കയറി മോനെ കളിക്കണം. മക്കളെ കളിക്കണം, വേണ്ടേ? പോയി കളി, വെയിലുള്ളൂ, പോയി നന്നായിട്ട് വിയർത്തിട്ട് വാ. കളിക്കാൻ ആഗ്രഹമുണ്ടോ? മക്കൾക്ക് കൂടെ പോയി കളിക്കും, ഇല്ലെങ്കിൽ വെള്ളമുണ്ടാവില്ല കേട്ടോ. ഓക്കെ, സോ വൈറ്റമിൻ D3 ഇന്ന് പോയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ടെസ്റ്റില് 20% വൈറ്റമിൻ D3 കുറവാണ് എങ്കിൽ ഗുളിക കഴിക്കരുത്. വൈറ്റമിൻ C ഉൽപ്പാദിപ്പിക്കാനുള്ള ശരീരത്തിന്റെ കഴിവ് നശിച്ചു കൊറോണയോടുകൂടി. കാരണം കൊറോണയിൽ ഏത് ഡോക്ടറിട്ട് പോയാലും കൂടെ നിങ്ങൾക്ക് സപ്ലിമെന്റ് കഴിയും വൈറ്റമിൻ C. അവർക്ക് നല്ലോണം കാശ് കിട്ടും, നല്ലോണം അവരുടെ ജീവിതം നന്നായിട്ട് പുഷ്ടിപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യന് പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഇന്റേണൽ ബോഡിയിൽ വൈറ്റമിൻ C ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി പോയി. അത് വൈറ്റമിൻ D ഉടനെ പോകും. വിതിൻ 5 years എന്നാണ് ലോകാരോഗ്യ സംഘടന, നമ്മുടെ മെഡിക്കൽ അസോസിയേഷൻ, ലോകാരോഗ്യ സംഘടന നമ്മുടെ മെഡിക്കൽ അസോസിയേഷൻ കൊടുത്തിരിക്കുന്ന ജേർണൽ റിപ്പോർട്ട് പ്രകാരം വൈറ്റമിൻ D ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നശിക്കും. അതുകൊണ്ട് ആദ്യം ചെയ്യാനുള്ളത് ഇപ്പോ ജനുവരി 30 വരെ രാവിലെ 11 മണിക്കുള്ള വെയിൽ കൊള്ളാമെന്നാണ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന് വാട്സപ്പ്, ഗൂഗിൾ, യൂണിവേഴ്സിറ്റിയിൽ കുത്തി നിങ്ങൾ തേച്ചുകൊണ്ടിരുന്നായിരുന്നു വായിക്കാൻ പറ്റൂല. അവർ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പോയിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുള്ളതായ പ്രൊഫഷണൽസിനെ കണ്ടുവെക്കണം, അവരോട് ചോദിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തെരഞ്ഞു പഠിക്കണം. ഈ ലോകത്ത്
സുന്ദരമായ ഈ സ്ഥലത്ത് ജീവിക്കാൻ ആകെ 71 വർഷമേ ഉള്ളൂ, അല്ലെങ്കിൽ 81, നമുക്ക് 81 എന്നാ പറയുന്നത്. അപ്പൊ ഈ 81 വർഷം ഒന്നും തികയില്ല. അത്രമാത്രം കണ്ടു നിൽക്കാനും ഭംഗിയോടെ ആസ്വദിക്കാനും ചിരിക്കാനും കുറെ മനുഷ്യരോട് ഇഷ്ടത്തോടെ ഇരിക്കാനും കുറെ മനുഷ്യരെ കെട്ടിപ്പിടിക്കാനും കുറെ മനുഷ്യരോട് ഓർമ്മകളിൽ നമ്മൾ ഉണ്ടാകാനും ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ട് അതിന് സമയം കളയാണ്ട് എൻ്റെ പാരൻസിനോടൊരു കാര്യം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെ പറയുക. നിങ്ങൾ ഈ പെറ്റ് അസോസിയേഷൻ്റെ ഇതൊക്കെ ചെയ്ത് ഫാർമേഴ്സ് ട്രേഡേഴ്സ് എല്ലാം നടത്തി കാശൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കരുത്. നിങ്ങൾ ഒരിക്കലും അവർക്കായിട്ട് സേവ് ചെയ്യുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തരുത്. അവരൊരു കാര്യവും ചെയ്യില്ല. നിങ്ങൾ ഒരു കാര്യമില്ല. കുട്ടി പഠിപ്പിക്കുന്നുണ്ട്, 18 വയസ്സ് വരെ ഞാൻ പഠിപ്പിക്കാം. അപ്പൊ തലയാട്ടിയത് ഞാൻ കണ്ടു. ആരെ നോക്കിയാ ഈ ആട്ടുന്നേ? അതാണോ വൈഫ് കുട്ടികളാണോ? അതാണ്. ആട്ടിയ പോലെ പ്രവർത്തിക്കണം, കൊടുക്കരുത് കേട്ടോ. എന്തെന്ന് വെച്ചാല് ഇല്ല കൊടുക്കുക, കല്യാണം കഴിക്കുക, കുട്ടി ഉണ്ടാക്കുക, കുട്ടീനെ നഴ്സറി കൊണ്ടുപോവാ, അതിന്റെ അപ്പി വരിക, പിന്നെ അവിടെ തന്നെ ഇരിക്കുക, എവിടെ നിന്നിട്ട് വിദേശത്തേക്ക് പോവാ. അങ്ങനെ പോകണ്ട. നിങ്ങളുടെ കാര്യം നോക്കണം. കാരണം ഏറ്റവും കൂടുതൽ 42 വയസ്സ് കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂവിന്റെ സാധ്യത വെരി ഹൈ. ആ സമയത്ത് നല്ലൊരു സെക്കൻഡ് ഹണിമൂൺ സെറ്റ് ആക്കിയിട്ട് 18 വയസ്സാകുമ്പോൾ ഇവരെയൊക്കെ ഓരോ സ്ഥലത്ത് വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കണം. എങ്ങനെയാണ്? ഇല്ല യൂട്യൂബ് നോക്കിയില്ലേ, ഇവർ ഇൻസ്റ്റാഗ്രാം പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. അല്ലല്ലോ, ഇല്ല, സ്വന്തമായിട്ടല്ലേ. അപ്പൊ ഇത് സ്വന്തമായിട്ടൊക്കെ ചെയ്തോളാൻ പറയണം, ഇല്ലെങ്കിൽ പട്ടിണി കിടന്നോളാൻ പറയണം. ഇങ്ങനെ പറയുന്ന രീതിയിലേക്ക് ഒരു പാരന്റിങ് സമൂഹം ഒരു കുട്ടീനെ LKG തൊട്ടേ വളർത്തിക്കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കാര്യം നോക്കിപ്പോകും. അങ്ങനെ നോക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം. നിങ്ങൾക്ക് എല്ലാ കാര്യവും ചെയ്തു വെച്ച് ടിഫിനും എടുത്തു വെച്ച് അത് കഴിച്ചോ ഇല്ലെന്ന് 100 വട്ടം ഇവിടെ ഇരിക്കുന്നതിനിടയ്ക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കണോണ്ടാ പ്രശ്നം. സോ ഓസ്ട്രേലിയയിൽ 9 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ കുളിപ്പിക്കുന്നത് തെറ്റാണ്. കുട്ടികളുടെ അമ്മിഞ്ഞയിലോ പ്രൈവറ്റ് പാർട്ടിലോ അമ്മയുടെയോ അപ്പൻ്റെയോ കൈ കൊണ്ടാൽ 12 ദിവസം തടവാണ്. ഇവിടെ ആണെങ്കിലോ കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ സമ്മതിക്കോ? പിന്നെ കൂടെ നടക്കൂലേ? അപ്പോ പാരന്റിങ്ങിന്റെ കാര്യത്തിലും ഈ ഇൻഡിപെൻഡൻസിന്റെ കാര്യത്തിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില പാരന്റ്സ് പറയാറുണ്ട്, മാം പെറ്റ് മേടിച്ചാൽ ഇപ്പൊ മേടിക്കാൻ ഭയങ്കര താല്പര്യം കാണിക്കും, പിന്നെ ഞാൻ തന്നെ എല്ലാം ചെയ്യേണ്ടി വരും എന്ന് പറയാറുണ്ട്. ഇല്ലേ? അതിന് കാരണമുണ്ട്. നമ്മൾ ചെയ്യുന്നത് കൊണ്ട് കൂടെയാണ്. നമ്മൾ കുട്ടികളെ സ്കൂളുകളിൽ വിടുന്നതില് ഏത് സ്കൂളുകളിലാണ് ജെൻഡർ പഠിപ്പിക്കുന്നത് ഞാൻ ചോദിച്ചതില് L4 ലെസ്ബിയൻ ആണെന്നും എന്റെ ജെൻഡർ ഐഡന്റിറ്റി ലെസ്ബിയനിലേക്കാണെന്നും B for ബൈസെക്ഷൽ ആണെന്നും G for ഗേ ആണെന്നും അസെക്ഷൽ ആണെന്നും ക്യൂർ ആണെന്നും അപ്ലൂഡ് ആണെന്നും ഒന്നും നമ്മുടെ പിള്ളേർക്ക് അറിയത്തില്ല. അപ്പോ ജെൻഡർ തൊട്ട് എൻഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നതിന് വീടുന്ന അന്തരീക്ഷം വളരെ വലുതാണ്. വീടുന്ന അന്തരീക്ഷത്തിൽ നിങ്ങൾ എന്ന് പറയുന്ന ഈ സംവിധാനം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ഇവിടെ വന്നത് ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്ന്. ഇത് റിസർച്ചിന്റെ ബലത്തിലാണ് പറയുന്നത്. സയന്റിഫിക് ആയിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു കിളിയെങ്കിലും ഒരു ഫിഷ് എങ്കിലും അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയെങ്കിലും ഒരു പപ്പിയെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ 2 കോഴികളെങ്കിലും ഉണ്ടായേ മതിയാവുള്ളൂ. നമ്മുടെ വീടെന്ന് പറയുന്ന അന്തരീക്ഷത്തിലേക്ക് വെച്ചുകളെല്ലാം ഉണ്ടാകണം. സോഷ്യൽ സെറ്റിംഗ്സ് വീട്ടിലുണ്ടാകണം. ഇപ്പൊ ഞങ്ങള് ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. യമു ഉണ്ട് അവിടെ മറ്റ് മൃഗാദികളെല്ലാം ഉണ്ട്. പ്രത്യേക പരിഗണനയിലാണ് വളർത്തുന്നത്, പ്രത്യേക നിയമത്തിലാണ് വളർത്തുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ കൊറ്റാമ്പത്ത് തമിഴ്നാട് ബോർഡറിലുള്ള ഈ സ്കൂളിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ കൂടുതൽ സമയം ഇരുത്തുന്നതും പഠിപ്പിക്കുന്നതും ഈ ഫാം ഹൗസിനകത്താണ്. ഞങ്ങൾ നടത്തിയ പഠനത്തിൽ സാധാരണഗതിയിൽ IG ലെവലിലുള്ള എക്സാമിനേഷൻ ടെക്നിക്സിലും 83% കുട്ടികൾക്ക് ഗ്രാഫ് ഹൈ ആയിരുന്നു. ആനിമൽസിന്റെ കൂടെ ഇരുത്തി പഠിപ്പിച്ചപ്പോഴും പെറ്റിന്റെ കൂടെ മീൻകുളത്തിൽ മീനുകൾക്ക് ഫുഡ് ഇട്ട് കൊടുക്കുക. വളരെയധികം ASD ഉള്ള അക്യൂട്ട് സിൻഡ്രോം ഉള്ള ഒരു കുട്ടിക്ക്, ഓട്ടിസം ഉള്ള ഒരു കുട്ടി ഒറ്റയ്ക്ക് ചെയ്തതാണ്. നടക്കാൻ പോലും കഴിയാത്ത ഒരു കുട്ടിയെ മീൻകുളത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി കൃത്യ അളവിൽ ഫുഡ് അവന് കൊടുത്ത് അത് കഴിക്കുന്നത് നോക്കി ചിരിക്കാൻ പറയുമ്പോൾ 20-ൽ പരം ലൈഫ് സ്കിൽ ഒരു കുട്ടിക്ക് കിട്ടാണ്. നമ്മളിതൊക്കെ വളരെയധികം നമ്മൾ പെറ്റിന് ക്ലീൻ ചെയ്യുന്നതായിക്കോട്ടെ, കുളിപ്പിക്കുന്നതായിക്കോട്ടെ, തലോടുന്നതായിക്കോട്ടെ, ഒരു പൊട്ട് വയ്ക്കുന്നതായിക്കോട്ടെ, അവരുടെ കൂടെ നടക്കുന്നതായിക്കോട്ടെ, കൃത്യതയോടെ കുട്ടികൾക്ക് ഇത് കൊടുത്തേ മതിയാകുള്ളൂ. എനിക്ക് നോട്ട് വന്നത് കൊണ്ട് തന്നെ ഞാൻ പകുതി ദൂരത്തിൽ നിർത്തിയിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കൂടെ ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ തന്നെയുണ്ട്. എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവര് എന്തെങ്കിലും ഇനി പറഞ്ഞില്ല കൊച്ചു ചോറ് ഇന്നുന്നില്ല എന്ന് പറഞ്ഞ് വിളിക്കരുത്. അല്ലാണ്ട് ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു ഇന്നെ വിളിക്കരുത്. ഞാൻ ആന്റി ഡിവോഴ്സ് കൗൺസിലറാണ്. ഡിവോഴ്സ് ചെയ്യുന്ന ആളുകളുടെ ഒരു 36 പേരെ ഒന്നുകൂടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ആളാണ്.
അതുകൊണ്ട് തന്നെ കുടുംബം പോയിട്ട് ഒരു പരിപാടിക്ക് നിൽക്കരുത്. നിങ്ങൾ ഭർത്താവും ഭാര്യയും തമ്മിൽ തല്ലു വയ്ക്കുന്നത് വീട്ടിനകത്ത് നിങ്ങൾ അങ്ങോട്ട് ഇടിച്ചോ, ഇങ്ങോട്ട് തന്നാൽ രണ്ടെണ്ണം കൊടുത്തോ, പക്ഷെ ബെഡ്റൂമിനകത്തായിരിക്കണം. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ഡിപ്പാർട്ട് പിടികിട്ടി കഴിഞ്ഞാൽ അന്ന് നിങ്ങളുടെ അന്ത്യം തുടങ്ങും. അന്ത്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ മരണം തുടങ്ങും. കുട്ടികൾ നമ്മളെ നന്നായി മിസ്യൂസ് ചെയ്യും, നന്നായി പ്രശ്നങ്ങൾ അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തും. എത്ര തന്നെ നല്ല വാദിയോട് നിങ്ങൾക്ക് ഇടപഴകാൻ കഴിയുന്നില്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ, നിങ്ങളത് ചേർത്ത് വെക്കാൻ കഴിയില്ലാതെ വന്നാൽ ഗുഡ് ബൈ പറയുക. അല്ലാണ്ട് കുട്ടികളോടൊപ്പം ഇതിനെ വലിച്ചുവെച്ച് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ എപ്പോഴും പറയുന്ന ഡിവോഴ്സ് കൗൺസിലിങ്ങിൽ നല്ല ജോയിന്റ് ആയിട്ട് ഒരു ഹൗസിംഗ് ലോൺ എടുത്താൽ ഉള്ളിയുടെയും പഞ്ചസാരയുടെയും വിലക്കനുസരിച്ച് നമ്മൾ വിട്ടുപോകാണ്ട് ലോൺ അടയ്ക്കാനും ആ വസ്തുവിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ അവിടെ തന്നെ നിൽക്കും എന്ന് പറയാം. ഇനി അതുമില്ലെങ്കിൽ ഈ പെറ്റ്സും ഇത്തരം സംവിധാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കെട്ടിപ്പിടിക്കലുകളും ഹക്കും ഒരുമിച്ച് ചേരലുകളിലും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സ്പെഷ്യലി 34% of children are conduct disorder syndrome under. ഇത്രയും പേർക്ക് സ്വഭാവ വൈകല്യമുണ്ട്. സ്വഭാവ വൈകല്യത്തിന് കാരണം ഫാമിലി ബ്രേക്കപ്പ്, സൂയിസൈഡിന് കാരണം ഫാമിലി ഇമോഷണൽ ബ്രേക്കപ്പ്. അതുകൊണ്ട് ഡ്രഗ്സ് ഒന്നിനും കാരണമാണെന്ന് എഴുതിയിട്ടില്ല. അത് കുറച്ച് മൈനോറിറ്റി ഡ്രഗ്സിലുള്ളൂ, മെജോറിറ്റി ഫാമിലി ഇമോഷണൽ ബ്രേക്കപ്പ് ആണ്. സോ കുടുംബത്തെ ഒന്നാക്കി നിർത്താൻ ഈ കുഞ്ഞു മൃഗാദികളെ നിങ്ങളുടെ കൂടെ ചേർക്കാൻ വീട്ടിനുള്ളിൽ ഒരു അക്വേറിയം ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ 1 മണിക്കൂർ നമ്മുടെ കുട്ടി നമ്മുടെ കൂടെ നിൽക്കുമെങ്കിൽ അവൻ ആ 1 മണിക്കൂർ മൊബൈൽ ഉപയോഗിച്ചില്ലെങ്കിൽ മൊബൈൽ ഫോൺ ഗെയിമിംഗ് ഡിസോർഡറിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം നിംഹാൻസിന്റെ റിപ്പോർട്ട് പ്രകാരം കുട്ടിയെ എൻഗേജ്ഡ് ആക്കുക എന്നതാണ്. അല്ലാതെ അലമാരക്കകത്ത് മൊബൈൽ കൂട്ടി വെക്കുക എന്നതല്ല, എന്നിട്ട് നിങ്ങൾ മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. അപ്പോൾ കൂടുതലായിട്ട് കുട്ടികളെ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആക്കണമെങ്കിൽ ഫുൾ ടൈം പാരന്റ്സും എൻഗേജ്ഡ് ആക്കുക. അതിന് വീട്ടിലൊരു കുഞ്ഞു ഫാമും ഒരു കുഞ്ഞ് മനുഷ്യന്മാരെക്കാളും പാവങ്ങളായിട്ട് നല്ല സ്നേഹം കാണിക്കുന്നവരാ. അപ്പൊ അവരൊക്കെ കൂടെ കൂട്ടുക. നിങ്ങൾ ഷോപ്പിൽ വരുന്ന ഓരോരുത്തർക്കും അങ്ങനെ അവയർനെസ് കൊടുക്കുക. എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇതുങ്ങളുടെയൊക്കെ കൂടെ നല്ല സന്തോഷത്തോടെ ജീവിക്കാനുള്ള എല്ലാ ഇടങ്ങളും നിങ്ങളുടെ കയ്യിരിപ്പുകൊണ്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ ടൈം. എല്ലാവരും കേട്ടതിനും ചിരിച്ചതിനും എനിക്ക് വലിയൊരു അവസരം നൽകിയതിനും ഒരുപാട് സ്നേഹം. 4 മണിക്കാണ് 4ാം സമ്മാനം അല്ലേ? പെപ്സി കമ്പനിയുടെ ഒരു അവയർനെസ് എനിക്കൊരു ട്രെയിനിങ് ഉണ്ട്. അത് പൂവാർ റിസോർട്ടിൽ വെച്ചിട്ടാണ്. ഞാൻ വന്നില്ലെങ്കിൽ അവിടെ വെച്ചേക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഈ ഒരു ക്ലാസ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഉചിതമായ സമയത്ത് ഏറ്റവും ഉചിതമായ വേദിയായിരുന്നു മാമിന് നമ്മൾ ഒരുക്കിയത്. ഇങ്ങനൊരു തിരക്കേറിയ ജീവിതയാത്രയിൽ പെറ്റ്സ് ഫാർമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് അസോസിയേഷനോടൊപ്പം ഒരു ക്ലാസ് എടുക്കുവാൻ വന്ന നമ്മുടെ പ്രിയപ്പെട്ട സലീന മാഡത്തിന് ഞാൻ ഡോക്ടർ എന്നുള്ള പദം ഒഴിവാക്കി സംസാരിക്കുന്നത് തീർച്ചയായും മാഡത്തിന്റെ റിക്വസ്റ്റ് കൊണ്ടാണ്. ഒരുപാട് അറിവുകൾ, എപ്പോഴും ഈ അറിവുകൾ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല. ഈ അറിവുകളെല്ലാം പകർന്നു തന്ന മാഡത്തിന് പെറ്റ്സ് ഫാർമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് അസോസിയേഷൻ ആനുവൽ കോൺഫറൻസ് 2025 ഒരു സ്നേഹോപഹാരം നൽകി ആദരിക്കുന്നു. ഒരു നിറഞ്ഞ കൈയടി നമ്മുടെ മനസ്സ് നിറയിച്ചതാണ്. മേഡത്തിന് 4ാം സമ്മാനം അടിച്ചത് കൊണ്ടാണ് ഈ ഒരു ബന്ധം തുടങ്ങിയത്. തീർച്ചയായും സമ്മാനം 4 മണി എന്നുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഇപ്പോഴൊന്ന് നൽകുകയാണ്. ഈ സമ്മാനം നൽകുവാൻ ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികളെ സ്നേഹിക്കുന്നവരാണ് നമ്മളിവിടെ നിൽക്കുന്ന കുട്ടികളെല്ലാം ഒന്ന് മുന്നോട്ട് വന്ന് നിങ്ങൾ ആ ഒരു സമ്മാനം മേഡത്തിന് നൽകണമെന്നാണ് എല്ലാ കുട്ടികളും കടന്നു വരും. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ കൊണ്ട് നമുക്കൊരു സമ്മാനം കിട്ടുന്ന ഒരു സുഖം എല്ലാ കുട്ടികളെല്ലാവരും കടന്നു വരും. മേഡത്തിനൊരു സമ്മാനമുണ്ട്. എല്ലാവരും നമ്മുടെ കുട്ടികളെല്ലാം കടന്നു വരിക.
മക്കൾ ഇങ്ങനെ നിന്നോട്ടോ. Oh my God, great award. Thank you. ശരി, എടുത്തോളൂ. Thank you so much. Say no to drugs. Stay away from drugs. പല വഴി പാഞ്ഞിട്ടുമ്പോൾ കാലം തടവില പോകുമ്പോൾ ചില വഴിക്ക് ചെന്ന്